أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. صدق الله. കിരാതപാടി അബ്ദുൽ ഖാദർ അവർക്ക് ഇപ്പൊ ഞങ്ങൾ എല്ലാവരും സ്വാഗതാക്കുള്ളാറ് ഡൈനാമിക് സെക്രട്ടറി അഖില ഭാരത ಬ್ಯಾರಿ ಪರಿಷತ್ ಇಬ್ರಾಹಿಂ ನಡಬೋದು. ಅಖಿಲ ಭಾರತ ಬ್ಯಾರಿ ಪರಿಷತ್ ರಿಜಿಸ್ಟರ್ಡ್ ಮೈಕಾಲ ಇದರೆ ಮರ್ಹೂಮ್ ಮೊಹಮ್ಮದ್ ಕುಂಜತಬೇಲ್ ಸ್ಮರಣಾರ್ಥ നടക്കുന്ന ഈ ഒരു ഇഫ്താർ കൂട്ടത്തിൽ വന്ന എല്ലാവർക്കും ನಾನು നന്ദി ചൊല്ല അഭിനന്ദന ആക്കിയിട്ടുണ്ട്. ഇന്നത്തെ ഇലീസരെ തലമുമ്പായിട്ട് ഇത് ചന്ദാക് സാറിൻ്റെ തൻ്റെ ആളായിട്ട് ഖാലിദ് ഉജര ഇയാള് കഴിഞ്ഞ അവധിയിൽ നല്ല ಕಾರ್ಯಕ್ರಮ ಬ್ಯಾರಿ ಸಂಸ್ಕೃತಿ ಬ್ಯಾರಿ ಭಾಷೆ ಬ್ಯಾರಿ ಸಾಹಿತ್ಯದಲ್ಲಿ നല്ല പണിയെടുത്തിട്ട് സാണ് എലക്ട് ಕಾರ್ಯಕ್ರಮ ಆಗಿತ್ತು. അങ്ങനെ സഭയിൽ സെക്കൻഡ് അവധി പോയാൽ അവിരോധമായിട്ട് ആയിക്കായിട്ട് ഈ വർഷാക്കടെ ഒരു ಕಾರ್ಯಕ್ರಮത്തിൽ നല്ലൊരു ಕಾರ್ಯಕ್ರಮ എന്ന് ചൊന്നിട്ടെങ്കിൽ മഹിളാ ഘടക സ്ഥാಪನೆ ആക്കിയത്. ಸುಮಾರು ഒരു 2 ತಿಂಗಳ ಪ್ರಯತ್ನത്തിൽ അതിൽ നല്ല വിദ്യാವಂತ മഹിളമാർ പെണ്ണുങ്ങളെ ഒരു 15 പെണ്ണുങ്ങളെ സംഘടന ആക്കിയിട്ട് അങ്ങനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആക്കിയിട്ട് അങ്ങനെ മുഖാന്തര ഒരു 110 പെണ്ണുങ്ങളെ ഒരു സംഘടന ആക്കുക സാധ്യമായിട്ട്. ഇത് ഈ പെണ്ണിക്ക് ഒരു ವೇದಿಕೆಯಿಲ್ಲ, നല്ല സാഹിത്യമാരുన్నారు, നല്ല ಸಂಸ್ಕೃತಿ ಇದ್ದಾರೆ, നല്ല പഠിപ്പിದ್ದಾರೆ. ಅಂಕ ഒരു അങ്ങനെ ടാലന്റ് കാട്ടുക ഒരു ವೇದಿಕೆಯಿಲ್ಲ ಅಂತ ಅಂಕ ഒരു ಮೇಲ್ತನ ಇಲ್ಲ. അങ്ങനത്തെ ഒരു മേൽത്തന ആക്കി കൊടുത്തിട്ട് ഞങ്ങളെ അഖില ഭാരത ಬ್ಯಾರಿ ಪರಿಷತ್ ಅಧ್ಯಕ್ಷ ಎಚ್ ಖಾಲಿದ್ ಹಂಗ ಇಪ್ಪ ಬೇರೆ ಬೇರೆ ಪ್ರೋಗ್ರಾಮ್ ಹಾಕಿಂಟುಳ್ಳಾರು പെണ്ണുങ്ങളെ ಕಾರ್ಯಕ್ರಮ നോമ്പുತ್ತಿನ പിന്നെ ಕಣ್ಣ ಸಭೆಯಲ್ಲಿ അവങ്ങളെല്ലാവരും ಒಗ್ಗಟ್ಟಾಗಿತ್ತು ಅದಕ್ಕೆ ഒരു ಮೇಲ್ತನ ಹಾಕಿ ಕೊಡ್ತೆ ಖಾಲಿದ್ ಇಂದത്തെ ಈ ಕಾರ್ಯಕ್ರಮത്തെ നടപടിത്തര ಉಂಟು. അതിലേക്ക് ഞങ്ങളെല്ലാവരും ಪರವಾയിട്ട് ನಾನು ಕಲ್ಬ್ നിറഞ്ഞ് മർഹബത്ത് ಇಂದത്തെ ಈ ಲೇಸರು ತೊಡಕಾಕ ಹೋಗು ನಾಳೆ MH ಹಾಜಿ ಮೊಯ್ದನ್ ಬರಗುಂಡು ಅಲ್ಲಿ ಬಂದಿಟ್ಲ ಇನ್ಶಾಲ್ಲ ಅಯ್ಯಲಿಗೂ ಸ್ವಾಗತ ಮರಬ ಚೊಲ್ಲುಂಟುಲ್ಲ. അതേപോലെ ಇಂದು ನಂಗೆ ನಸೀದ್ ಚೊಲ್ಲುಡ್ದಾಯ್ತು ಶೇಖ್ ಮೊಹಮ್ಮದ್ ಇರ್ಬನಿ ಉಸ್ತಾದ್ ಇಯಾಲ್ ಲಿಮ್ರಾ ಎಜು ಗ್ರೂಪ್ ಆಫ್ ಕರ್ನಾಟಕ ಇದರ ಅಧ್ಯಕ್ಷ ಆಯ್ತು. ഞങ്ങളുടെ നോമ്പ് സത്കർമ്മ മഹത്വ പിന്നെ മാരക ദൈവത്തെ വിഷയത്തിൽ നല്ല ഒരു നസീദ് ചൊല്ലുകൊണ്ടു ഈ ലേസിൽ ചൊന്നെങ്കിണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ മക്കൾക്ക് ദീന പടിപാട്ടുകാണ് മുതൽ ഇപ്പൊ ഞങ്ങളെ മക്കളെ മാദക ദ്രവ്യത്തിൽ ರಕ್ಷಣೆ ಹಾಕಿರೋದು ಭಾರಿ ಜಾಗೃತ ಹಾಕೊಂಡು ಭಾರಿ ಆಲೋಚನೆ ಹಾಕೋಣ. ಮಾದಕ ದ್ರವ್ಯ ಎತ್ತಿಗಾಯ್ತು ಇಲ್ಲಿ നല്ല ಹೋರಾಟ ಹಾಕಿಂಟುಂಡು. ಮುಂಜಾನೆ ದೇರ್ಲ ಕಟ್ಟರೆ ಕ್ಲಾಕ್ ಟವರ್ ತೋಲು ಪಾದಯಾತ್ರೆ ಹಾಕಿಟ್ಟು ಈ ಮಾದಕ ದ್ರವ್ಯ ವ್ಯಸನತೆ ವಿರುದ್ಧ ಅವರು ಜನಜಾಗೃತಿ ಹಾಕಿಂತ ഇപ്പം പ്രതി ഒരു പള്ളിയിലും പ്രതി ഒരു മുഖത്തും പോയിട്ട് ഈ ഒരു ಕಾರ್ಯಕ್ರಮ ആക്കിയിട്ടുണ്ടു. അതേപോലെ ನಾನು ഒരു വിഷയം ചൊല്ല പഠിക്കുന്നത് ഇണ്ട് സുബൈക്ക് ഒരു ഇവിടെ ചൊല്ലില്ല ನಾನು 1ನೇ ಕ್ಲಾಸ್ പെണ്ണിടെ തേടി കൊണ്ട് പോലീസ് അങ്ങ് ಬಂದ್ರು. 9th ಸ್ಟ್ಯಾಂಡರ್ಡ್ ഒരു പെണ്ണിടെ പോലീസ് അങ്ങ് തേടി ಬಂದ್ರು. അപ്പൊ ಅರ್ಥ ಕೊಡು എങ്ങനെ അത്ര ಜಾಗೃತ ಹಾಕೋಣ ಮಾರಕದ ಅದಕ್ಕೆ അങ്ങനായിട്ട് ನಾನು ಈ ನೋಂಬುಡೆ ಸತ್ಕರ್ಮ അതേപോലെ ಮಾದಕ ದ್ರವ್ಯ ವಿಷಯത്തിൽ ವಿಷಯ ಚೊಲ್ಲುಂಟು. ನಾನು ನಾಳೆ ಇರ್ಫಾನ್ ವಸ್ತಾದ್ರ ಚೊಲ್ಲುಂಟು ಐಲಿಗೆ ನಾಳೆ ಎಲ್ಲರ ಪರವಾಯ್ತು ಕಲ್ಬು ನಿറഞ്ഞ മർഹബത്ത്. ಇಂದು ಬೆಳ್ಳಿ ಬಿರುದರಾയിട്ട് പറഞ്ഞിട്ട് KM മുസ്തഫ അതിൽ ಬಂದುಂಟುಂಡು. അതേപോലെ ഇപ്പൊ ನಾಳೆ ಮೇಲ್ತನಲ್ಲುಂಡು
ವಕ್ಫ್ ಸಮಿತಿ ಅಧ್ಯಕ್ಷ ഞങ്ങളെല്ലാവരും ಬೇನಾಯಿ അബ്ദുൽ റാസി ഡക്കിസ്റ്റാർ ഏഴ് ഞങ്ങൾ വേദിക്കലുണ്ട് ഏഴ് വക്ഫിന്റെ വിഷയത്തിൽ ഭാരി നല്ല സറാക്കിയിട്ടുണ്ട് അതിലേക്കും ഞങ്ങളെല്ലാവരും ಪರವಾയിട്ട് ಕಲ್ಬು ನಿರಂಜನೆ ಮರಪಟ್ಟು ಈ ಒಂದು ಕಾರ್ಯಕ್ರಮ ಇಂದು ರೂಪಿಸಾಕೊಂಡು ಪ್ರಯತ್ನ ಪಟ್ಟು ಹಾಕಿದ್ದಾರೆ ഞങ്ങളെ ಕೋಶಾಧಿಕಾರಿ ನಿಸಾರ್ ಎಫ್ ಮೊಹಮ್ಮದ್ ಅಯ್ಲು ഞങ്ങളെ ವೇದಿಕೆಯುಂಟು ಅಯ್ಲಕ್ಕೂ ഞങ്ങളെല്ലാവരും ಪರವಾയിട്ട് ಕಲ್ಬು ನಿರಂಜನೆ ಮರಪಟ್ಟು ನೋಟಿಲ್ಲ ഇന്ന് ഞങ്ങളെ ಗೌರವ ಅಧ್ಯಕ್ಷರಾಯಿತು മർഹൂം ഞങ്ങളെ മുഹമ്മദ് കുഞ്ചത്തബെ അയൽ എപ്പോഴും ഞങ്ങളെ നിരൂപണാക്കോട് അടിയിക്കാറ് അയൽ ഞങ്ങളെല്ലാവരും വിട്ടിട്ട് പോയി അകലി അയൽക്കായിട്ട് അയൽ ആഖിർ പറ്റൊന്ന് നെല്ലാക്കಟ್ಟು ഞങ്ങളെല്ലാം ദുവർക്കും അയൽക്ക് അതേപോലെ ഇന്ന് ഞങ്ങളെ ഗൗരവ ഈ ಕಾರ್ಯಕ್ರಮ ನಿರೂಪಣಾಕಿ ಉಂಟು ಯೂಸುಫ್ ಅಖ್ತರ್ ಸರ್ ಅಯಲ್ಗೂ ഞങ്ങളെല്ലാവരും ಪರವಾಯ್ತು ಗಲ್ಬ್ ನಿರಂಜನೆ ಮರಪಟ್ಟು ಉಂಟಿಲ್ಲ ಹಾಜರ್ ಸ್ಟೇಜಿಗೆ ಬರು ഇന്നത്തെ ലേസിക്ക് മേൽത്തന്നെ ಬಂದವನುಂಡು MH ಮೊಯ್ದೀನ್ ಅಡ್ಡೂರು ಅಧ್ಯಕ್ಷರು ದಕ್ಷಿಣ ಜಿಲ್ಲಾ ಮದ್ರಸಾ ಮ್ಯಾನೇಜ್ಮೆಂಟ್ ಅಸೋಸಿಯೇಷನ್ ಅಯಲ್ ನಾನು ಮೇಲ್ತನೆಗೆ ಬಿಲ್ಕೊಂಡುಲ್ಲೆ ಅಯಲಿಗೆ ಅಧ್ಯಕ್ಷ ಕಾರ್ಯದರ್ಶಿ ಮೇರ ഇന്നത്തെ ഈ ലേസിനെ തുടക്കാക്കുന്നത് ഹാജി MH ಮೊಯ್ದೀನ್ അഡ്ഡൂർ ഏലായിട്ട് ദക്ഷിണ കന്നഡ ജില്ലയുടെ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ അധ്യക്ഷയായിട്ട് കിട്ടിയത് മദ്രസത്തെ എലുവാറി അങ്ങനെ ഏഴ് ഈ തുടക്കത്തിക്ക് ഏഴുക്ക് ഞങ്ങളെ മേൽത്തന്നെക്ക് ഞങ്ങളെല്ലാവരും പരവായിട്ട് കൽബ് നിറഞ്ഞ മറപറ്റൊന്നിട്ടില്ല അതേപോലെ ഇന്ന് കൂടി വന്നിട്ട് ഞങ്ങൾ ഈ ലേസ് ചെന്താക്കി തന്റെ എല്ലാവർക്കും എനി മുഹമ്മദ് ഉണ്ട് ഹുസൈൻ കാട്ടിബല്ല ലത്തീഫ് ഹനീഫ് മുഹമ്മദ് ഹനീഫ് അബ്ദുൽ ഖാദർ ജലബൂക്കർ അബ്ദുൽ ഖാദർ സണ്ണബൈല് റഫീഖ് യാക്കൂബ് ഹനീഫ് എല്ലാവർക്കും ഞങ്ങളെ ഗ്രൂപ്പ് ജീസൻ അലി ലോയർ അബ്ദുറഹ്മാൻ ಎಲ್ಲರಿಗೂ ನಾನು ಈ ಬಂದಂಗೆ ಎಲ್ಲರಿಗೂ ಗಲ್ಬ್ ಮರಬ ಚೊಂದುಂಟು ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಇನ್ನು ಮುಂದೆ ನಡ್ಪಟ್ಟು ನಂಗೆ ಅಧ್ಯಕ್ಷರು ಕೋರಿಟ್ಟು ಇನ್ಶಾಲ್ಲ ഇന്നത്തെ ഈ ഒരു മേന്തലിനെ തെറ്റങ്ങളെ ഞങ്ങളുടെ പ്രധാന കാര്യദർശി ഇബ്രാഹിം നടുപ്പത്തോ അയാൾ ഞങ്ങൾ എല്ലാവരും പുറവായിട്ടും ഇന്നത്തെ പുറവായിട്ടും ನಾನು അയാൾ മറയാൻ പറ്റുന്നുണ്ടല്ലേ പിന്നെ ഇന്നത്തെ ഈ ഒരു സമയത്തെ അഭാവം കാരണം നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് സഹകാരാക്കണം ഇന്നത്തെ ഉദ്ഘാടനം ആക്കിയത് ഹാജി MH ಮೊಯ್ದೀನ್ ಅಡ್ಡೂರು ಅಧ್ಯಕ್ಷರು ದಕ್ಷಿಣ ಜಿಲ್ಲಾ ಮದ್ರಸ ಮ್ಯಾನೇಜ್ಮೆಂಟ್ ಅಸೋಸಿಯೇಷನ್ ಅയാൾ ಬಂದರು ಅയാൾ ಇಂದು ಅയാൾ പാലക്കാട്ടിൽ ഞങ്ങൾ ഇന്നത്തെ ഈ അഖില ഭാരത ബാരി പരിഷത്തിലെ ഈ ഇഫ്തിയാർ കൂട്ടത്തെ ഈ ഒരു സമാരംഭത്തെ ചെന്താക്കി തരണം അങ്ങനെ ഉദ്ഘാടനം ആക്കണോണ്ട് ನಾನು അയാൾ കേട്ടോണ്ടുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അസ്സലാത്തു വസ്സലാമു അലൈഹി യാ റസൂൽ അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹ് ಇಂದು ಇಫ್ತಾರ್ ಕೋಟ ഞങ്ങൾ നോമ്പുറವರು നല്ലൊരു ಕಾರ್ಯಕ್ರಮത്തിൽ ಇಂದರು ಎಲ್ಲರೂ ഞങ്ങൾ മൂമിനായ ഞങ്ങൾ സഹോദരന്മാർ വന്ന് എത്തിരാറ് അൽഹംദുലില്ലാഹ് ಇಂದತ್ತು ಈ ನೋಂಬರು ಕಾರ್ಯಕ್ರಮತ್ತು ഒരു ಉದ್ಘಾಟನೆಗೂ ಅವಕಾಶ ತಂದರಾರು അങ്ങനെ ಇಂದ നോമ്പ് തുറക്കರು ಎಲ್ಲವರು നല്ല സ്വരായിട്ടിക്കറി എല്ലാ മൂത്തിലും ഞങ്ങളൊരു സമുദായത്തോ ഒരു നല്ലൊരു തെരുവായിട്ടിക്കറി ഇതിനെ നോമ്പുറ ഒരു പെരുന്നാളായിട്ടിക്കറി ഞങ്ങൾ എപ്പോ ഈ ഒരു തിങ്കളത്തോರು നോമ്പുറോ ಎಲ್ಲ ಬರ್ಬತ್ತು ಎಲ್ಲರಿಗೂ ഒരു ಸಂತೋಷದ ഒരു ಸಮಯ അൽഹംദുലില്ലാഹ് ഇതിൽ ഞങ്ങൾ നല്ലൊരു മനസ്സിൽ നല്ലൊരു നെമ്മതിൽ ഞങ്ങളുടെ ജീവന മുസ്ലിം സമുദായത്തിന് ആവുന്നു ചെന്നിട്ട് ನಾನು പ്രത്യേകമായിട്ട് ನಾನು അള്ളാഹുരൊട്ടിക്ക് ನಾನು കേട്ടത് ഇണ്ട് ഞങ്ങൾ നല്ലതല്ലോ ഏത് ഞങ്ങൾ മൂമിനാകും നല്ല സ്വറാക്കും അള്ളാഹു നമുക്ക് ചെന്തന്നിര് അതിന് ഞങ്ങൾ ആക്കരുത് ഞങ്ങളുടെ കർത്തവ്യമായിട്ടിക്കട് ഞങ്ങളുടെ സമുദായത്തോ ಇನ್ನು ನಾವು ಒಂದು ತಿಂಗಳತ್ತು ನೋಂಬರವರು ಸಮಯ ನಾವು ಬಂದ್ರೆ ಎಂದಿಗೆ ಕೆಟ್ಟಂಗೆ ಇಂಡು ಪಸಿ ಆಗನೆ ಚೆಲ್ಲೋದು ಅರ್ಥ ಆகும் ನಾವು ಇದ್ರಗಾನ ಮುಂದಲು ನಾನು ಸಮಾಜ ಸೇರಿಟ್ಟು ಪಸಿ ಚೆಲ್ಲೋದು ಗೊಂತಿಂದಿಟ್ಟಿಲ್ಲ ನಾವು ಇಂದು ನೋಂಬು ಬರ್ಬತ್ತು ನಾವು ನಂಗಲ್ಲ ಪಸಿ ಯಾಕಂದ್ರೆ ಉಂಡು ಚೆಲ್ಲೋದು ಗೊಂತ ಉಂಟಾಗಿ ನಂಗೆ ನೆಬಿ ನಂಗೆ ತಂತಂದ್ರು ತಿರುವಾಯಿಟ್ಟು ಇಕ್ಕಡಿ ನೀಗಳು ಈ ಪಸಿ ನೀವು ತೆರಿಯುಂಟಾಗಿ ನಂಗೆ ಒಂದು ತಿಂಗಳದ್ದು ನೋಂಬುಲು ನಾವು ಅರ್ಥ ಆಗೋದು ഇത് ഈ ഞങ്ങളുടെ കീഴിൽ ഞങ്ങൾ കഷ്ടത്തിൽ യാറല്ല ഞങ്ങളുടെ സമുദായത്തിൽ ഉള്ളാറ് അങ്ങനെ പൈപ്പ് നമുക്ക് അർത്ഥമാകുമ്പോഴായിട്ട് ഇതൊരു തിങ്ങത്തെ ഒരു നോമ്പ് അല്ലാഹു എത്തപ്പെട്ട് തന്നിര് ഞങ്ങൾ സമുദായം ഞങ്ങൾ
ಎಲ್ಲ ಒನ್ನಾಯಿಟ್ಟಿಕ್ಕೋನು ಒರೇ ಕ್ರಮത്തിലിಕ್ಕೋನು ಚೆಲ್ಲರ ஒரு ಉದ್ದೇಶ ഞങ്ങൾ മോമിനായ ആവതുള്ള ഒട്ടായ ഞങ്ങൾ സമുദായത്തിൽ വേറെ എന്തും വേണ്ട ഇതേ മയ്യാവും ഞങ്ങൾ നേരിട്ട് തീർക്കും ഞങ്ങൾ പോണ്ടത് ഇതിൽ പിറവായിട്ടുള്ള ఎందుకంటే ഞങ്ങൾ മനസ്സ് അപരപരായിട്ടുണ്ട് ഞങ്ങളെ മനസ്സ് ഒന്നാവണം ഞങ്ങൾ ഒന്നാവണം ഞങ്ങൾ സമുദായം ഒന്നാവണം മാത്ര ഞങ്ങൾ ഇന്ന് ഒന്നാവും സാധ്യത ഉണ്ട് ഞങ്ങൾ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ സമുദായത്തൊട്ടിಗೆ ഞങ്ങൾ പിരിസാക്കണം ഞങ്ങൾ ഉമ്മത്തിലിക്കണം എവിടെ പോയി മുഖമുഖ നോക്കിയിട്ട് സലാം ചെന്നിട്ട് ചിരിച്ചിട്ട് ഉത്തരം കൊടുക്കണം അത് ഞങ്ങൾ മോമിനായകർ ഞങ്ങൾ തെരുവായിട്ട് ഇക്കಡೆ അൽഹംദുലില്ല ഇന്ന് നല്ല ഞങ്ങൾ ಹಾಲಿದ ಉಜಿರೆ ಅಯಲಿರೋ ಇತರ ಕಾರ್ಯಕ್ರಮ ನೋಕೋಬತ್ತು ಅವರು ಸಂದೋಲ ಇಂಟು ಉಂಟು ಚಂದಂಗಿ ಈ ಬೇರೆ ಪರಿಸ್ಥಿತರು ಅವರು ತೆರು ಮುಂಜಾನೆ ಮಹಿಳಾ ಅವರು ಘಟಕ ಹಾಕಿತ್ತು ಆ ಮಹಿಳಾ ಘಟಕದಲ್ಲಿ ನಾನು ಒಂದು ಉಲ್ಲೆ നോക്കിയിട്ടിക്കുവത്തു ഇത്തര പെണ്ണിಗೆ ഇത്തര ഞങ്ങൾ മഹിള സമാജത്തിൽ ഇത്തര ഒട്ടാകിട്ട് അതൊരു അതിൽ ഒരു ഐഡിയ വന്നിട്ട് അത് പേര് തയ്യാറാക്കിയിട്ട് അങ്ങനെല്ലാം ഒന്നാക്കിയിട്ട് അങ്ങ് ഒരു ഞങ്ങൾ സംരംഭമാക്കുമ്പോൾ മുന്നത്തെ ഒരു വ്യവസ്ഥ ആക്കിര് ആ സംരംഭത്തെ നോക്കിയിട്ട് ഞങ്ങൾക്ക് ഭാരി ഒരു സന്തോഷമായി ചെന്നത് ഞങ്ങൾ എഡ്യൂക്കേഷൻ്റെ ഞങ്ങൾ മൂമിനായ മഹിള ഞങ്ങൾ മക്ക എത്ര ഒരു നല്ല നീറിൽ ಬಂದಿರಾರು എത്ര പഠിപ്പറങ്ങ ഉള്ളാർ ചെന്നിട്ട് ഞങ്ങൾ മുന്നേ നോക്കിയിട്ട് ഞങ്ങൾക്ക് വിചിത്രമായി പോയിട്ട് അങ്ങനെ ഉജിര ഞങ്ങൾ ഹാലിത് ಇದೆಲ್ಲ ഒരു ಸಮೀಕ್ಷೆ ಇದೆಲ್ಲ ತಿರುವಾಗಿ ഒരു പിടിക്കൊരു ഒരു ಅವಶ್ಯಕತೆ ആയിട്ട് അതിൽ ഒരു വ്യക്തിയു അതിൽ സമ്പന്നമുള്ള ഒരു വ്യക്തി നല്ല ഒരു പഠിപ്പുള്ള ഒരു വ്യക്തി ആയിട്ട് അങ്ങനെ സമുദായത്തെ ഒരു നല്ല രൂപത്തിൽ നല്ല തീർಲು കൊമ്മടി ചെല്ലുന്ന ഒരു ആശയുണ്ട് അങ്ങനെ മഹിളാ ഘടക ആ പെണ്ണുകളെ മുന്നേ കാര്യക്രമം നോക്കി തങ്ങളുടെ സ്പീച്ചറെ നോക്കിയിട്ട് നമുക്കൂടെ പോകും മനസ്സ് വന്നിട്ടില്ല ഇത് കണ്ടുപിടിച്ചിട്ട് ഇത്ര ഏത് മുന്നോൽക്കൊമ്പോ കാരണമേ നയ്യലായിട്ടിക്കറി അൽഹംദുലില്ല ഇന്ന് മുന്നോൽക്കും ഞങ്ങള സമാജ ഞങ്ങൾ കഷ്ടത്തങ്ങളോ മുന്നോൽക്ക് വന്നിട്ട് അങ്ങനെ ഞങ്ങൾ വ്യവസ്ഥ ആകുമ്പോൾ ഞങ്ങൾ കർത്തവ്യമായിട്ട് ഇക്കട് ഇണ്ട് ഞങ്ങളുടെ കൂട്ടിന് ഒരു സന്തോഷ സമയം അൽഹംദുലില്ല ചെമ്മ പിളക്കവരെല്ലാം ഉള്ളാറ് ഇന്ന് മുന്നോൽക്കും ഞങ്ങൾ മോമിനായ ഒന്നായിട്ട് ഒരേ മൂത്തത് മനസ്സിൽ നല്ല തീർലിക്കൊണ്ട് ചെല്ലുന്ന ഒരു ആശയായിട്ട് ഇക്കട് ഉണ്ട് ഈ നോമ്പ് വ്യവസ്ഥ എന്നാക്കി അൽഹംദുലില്ല ನನ್ನ ಫಲಕತ್ತು ವಿರಾಮಾಕ್ರೆ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು നോമ്പ് നോക്കിയിട്ട് ഭാരി ക്ഷീണം ഉണ്ടുണ്ട് ಬ್ಯಾರಿಕಡೆ ಅಲ್ಲಾಹ್ ನಂಗೆ ಆಫಿಯತ್ ತರಟ್ಟ ಅಖಿಲ ಭಾರತ ಬ್ಯಾರಿ ಪರಿಷತ್ ಒಕ್ಕೂಟ ಏರ್ಪಡ್ತೀನಿ ഇഫ്താർ മീറ്റിലായിട്ടിക്കറ് ഞങ്ങൾ ഉള്ളേ ആണ് ചൊമ്മ വിസേന്തും പീട്ടിക്ക് ഇടകു പോണ്ടില്ലേ ഞങ്ങളെ അധ്യക്ഷർ ചൊന്തു ഒരു 10 മിനിറ്റ് നോമ്പർ മഹത്വം ചൊല്ലണം ഒരു 10 മിനിറ്റ് ഡ്രഗ്സിന്റെ മഹത്വം ചൊല്ലണം മഹത്വം ഇല്ല അതിക്ക് ഡ്രഗ്സിന്റെ എഫക്ട് ചൊല്ലണം ഇൻഷാ അല്ലാഹ് ഞങ്ങൾ കാലികമായ ഒരു വിഷയം വെച്ചിട്ട് ചർച്ചയാക്കുക അള്ളാഹു ഞങ്ങളെ ഒരുമിച്ച് കൂടൽ 6 പേരിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയ അയാളെ ഖബർ അള്ളാഹു സ്വർഗ്ഗാക്കട്ട് ഞങ്ങളെ സ്റ്റേജിലെ ചുമ ലീഡർമാരുള്ള ഞങ്ങളെ കാലിതാക്കൊണ്ട് അതേപോലെ മുഞ്ഞാണ്ട് വഖഫിന്റെ വിഷയത്തിൽ കർണാടകത്തെ ഉലമാക്കളെ ഒട്ടുകൂടാട്ടി എനിക്കത്തെ ഞങ്ങളെ ലക്കി സ്റ്റാർ അയാൾ വലിയൊരു സ്റ്റാർ അയാളും ഞങ്ങളെ ഈ ഒരു വേദിയിലുണ്ട് അതേപോലെ മദ്രസ മാനേജ്മെന്റോ പിന്നെ അധ്യക്ഷ ഉണ്ട് ജില്ലാ അധ്യക്ഷ അതേപോലെ സ്കൂളും നടപ്പായിട്ട് വേണ്ടിയുള്ള സാമാജിക ಹೋರಾಟത്തിക്ക് നല്ല ഒരു ബാക്ക് ബോൺ ആയിട്ട് വർത്തനാക്കിയിട്ട് ഞങ്ങളെ ഇബ്രാഹിം ഹാജി നടുപ്പദവും ഞങ്ങളെ കൂട്ടത്തിലുണ്ട് നിസാർ സാറും ഇവിടെ ഉണ്ട് അതേപോലെ ഞങ്ങളെ ഗ്രൗണ്ട് കിരിഞ്ഞിട്ട് വർക്കാക്കിയിട്ട് അബ്ദുൽ ഖാദർ ഭായി അതേപോലെ അബക്കറക്ക ജല്ലി ചുമ്മാ ആൽമാർ ഞങ്ങളോട് ഒരുമിച്ച് കൂടിയ ഞങ്ങളെ യൂസുഫ് അക്താർ സാർ ഞങ്ങളെ ഹിതൈഷി അൽഹംദുലില്ലാഹ് എല്ലാവർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ ഇപ്പോ സഹോദരന്മാരെ ഞങ്ങളെ ഈ നോട്ടീസിൽ കൊടുത്ത വിഷയത്തിൽ ഒരു 10 മിനിറ്റ് ഞാൻ ചൊല്ലാം ഇഫ്താർ ഉപവാസದ ಮಹತ್ವ ಮತ್ತು ಸತ್ಕರ್ಮಗಳುಂಟು ഞങ്ങൾ വിചാരിച്ചിരോ എന്തിനെ ചൊന്നെങ്കിലോ ഒരു വർഷത്തിൽ ഓർക്ക ഒരു തിങ്കളിൽ ഞങ്ങൾ പട്ടിണി തേക്കരയായിട്ട് മാത്രം ഞങ്ങളെ മനസ്സിലുള്ളൂ ആയെങ്കോ ഈ ഉപവാസ അഥവാ ഞങ്ങളെ ഈ നോമ്പൊരു വിഷയത്തിൽ ഞങ്ങൾ ഡീപ്പായിട്ട് ഒരു സ്റ്റഡിയാക്കുക നോക്കിയെങ്കിൽ ഞങ്ങൾ വിചാരിക്കുക വർഷത്തിൽ ഫുള്ള് ഞങ്ങൾ നോമ്പ് നോക്കാറാണ്
ഡോക്ടർ ഹർബർട്ട് സൺ ചൊന്നിട്ട് ഒരാളുണ്ട്. അയാളൊരു ബുക്ക് എഴുതിയിരുന്നു, ഫാസ്റ്റിംഗ് ക്യാൻ സേവ് ദി ലൈഫ് ചൊന്നിട്ടൊരു ബുക്ക് ചൊന്നെങ്കിൽ നോമ്പ് മനുഷ്യരുടെ ബച്ചാവാക്കുന്നുണ്ട്. ആ ബച്ചാവ് എന്തോ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, അസ്സിയാമു ജുന്ന ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സിയാമു ചൊന്നെങ്കിൽ നോമ്പ്, ജുന്ന ചൊന്നെങ്കിൽ അതൊരു രക്ഷാ കവചായിട്ട് ഇരിക്കുന്നുണ്ട്. നോമ്പ് ചൊല്ലുമ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചോ കാല് ഞങ്ങൾ മുസ്ലിംമാർ മാത്രം നോമ്പ് നോക്കുന്നുണ്ട്. അല്ല, നോമ്പ് ഈ പ്രപഞ്ചത്തിൽ ഒരു ജീവിയും നോമ്പ് നോക്കാത്ത ഒരു ജീവിയില്ല. ബട്ട് എങ്ങനെ നോമ്പ് നോക്കുന്നു? നിങ്ങൾ നോക്കൂ, ഒരു ചെറിയൊരു വിശേഷമുള്ളതാണ്. ഒരു മനുഷ്യ അവನು ജനിച്ചിട്ട് ഭൂമിക്ക് ഭൂലുമ്പത്തുന്നു അവനുക്ക് പല്ലിക്കില്ല, അവനുക്ക് ബേന്മായത്ര ഉಗುರಿക്കില്ല അല്ലേ? ആയെങ്കുമാ അവന് പൂന്ന പാട് അവന് ബുൽപിട്ട് പോയിട്ട് ഉമ്മടെ ಆ ಎದೆಯುಳ್ಳಂಕತೆ ಆ ಮಿಲ್ಕ್ ಪಾತ್ರ ಎಂದ್ರೆ ಉಂಟು ಅದ್ರ ಬೇಗ ಕುಡಿಕ್ಕೂ ಆಕಿಡ ಹೋಗುವಂತ ಅಲ್ಲಿ ಅದು ಆರು ಪಡಿಪಾಟಿ. ಅದ್ರ ಅರ್ಥ ಅಂದ್ರೆ ಗೊತ್ತುಂಡ, ಈ ಪ್ರಕೃತಿಲಿ ಮಾನವನು ಅವನ ಆಹಾರവുമായിട്ടുള്ള ആ ഒരു അഭേദ്യ നണ്ടു ആ ഒരു ബന്ധം എന്തരെ ചൊന്നിട്ടു അന്നങ്ങ പടിപ്പാട്ടി. ഈ ബന്ധത്തെ തെല്ല ഹത്തോട്ടിൽ വെച്ചിട്ട് അവന്റെ ഒരു ആരോഗ്യത്തിന് ഒരു രക്ഷാ കവചായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെനിക്ക് ഒരു ബിസിയായിട്ടിക്കിട് അസ്സൗം ಅಥವಾ നോമ്പ്. നോക്കൂ, ഈ നോമ്പ് കേവല മുസൽമാന്മാർഗ അല്ലെങ്കിൽ ഹിന്ദു സഹോദരന്മാർഗ ക്രൈസ്തവർഗ ജൈനവർഗ അല്ല, ഈ ലോകത്ത് എല്ലാവരും നോമ്പ് നോക്കിട. ചെറിയൊരു ഉദാഹരണം ചൊല്ലേ, നിങ്ങൾ ഈ മരത്തെല്ലാം നോക്കിയിട്ടില്ലേ? അല്ലേ, മരം എല്ലാം ഞങ്ങൾ നോക്കിയിട്ടില്ലേ? തെൽ ടൈമില് മരത്തെ ഈ തോലെല്ലാം പോണ്ട് ചപ്പെല്ലാം ഉതിരല്ലേ? എന്താ കാരണം ಗೊತ್ತುಂಟ? ആ ടൈമില് മരത്തിക്ക് നോമ്പായിട്ട് നോമ്പ് നോക്കുമ്പോഴത്തേക്കു ಅದರ ಎಲೆಯೆಲ್ಲ ಉದುರ್ಟ್ಟು പിന്നെ ವಸಂತ ಕಾಲ ಚೊಳ್ಳದಂಗ നല്ല ಚಪ್ಪಲ್ಲ ಬಂಡ. അതേപോലെ ഞങ്ങൾ ഈ പാമ്പുരെല്ലാം തോല് നോക്കിട്ടിക്കോ സ്കൂളിലെല്ലാം പോകുമ്പോഴത്തേക്കു അത് എന്തൊരു പിടിയുണ്ടാ? പാമ്പ് നോമ്പ് നോക്കുന്ന ടൈമില് അതിന്റെ തോലെല്ലാം പോണ്ടു. അതേപോലെ വിദേശത്തിൽ നിന്ന് ഇന്ത്യക്ക് ಬಂಡೆಂಕಿಂತ ചൊമ്മೆ ಪಕ್ಷಿ ಉಂಟು. നിങ്ങൾ ആ പക്ഷിധാമത്തിಗೆಲ್ಲ പോയിട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് ಗೊತ್ತಿತ್ತು. ಈ ರಂಗನತಿಟ್ಟ പക്ഷിಧಾಮത്തിಗೆಲ್ಲ ಭೇಟಿಯಾയെങ്കിൽ അവിടെ ചൊമ്മೆ ഓസ്ട്രേലിയത്തെ അമേരിക്കത്തെ എല്ലാം ಬಂಡೆಂಕಿಂತ പക്ഷി ಉಂಟು. ഈ പക്ഷി ഇന്ത്യക്ക് ಬಂಡೆ 10 നാൾക്ക് ഒരു തിങ്കളിൽ മുന്നോളു പിന്നെ ഫുഡ് എന്തും എടുക്കില്ല. എന്തേ? ಅದಕ್ಕೆ നോമ്പായിട്ടിരിക്കുന്നത്. ആ നോമ്പ് നോക്കിയിട്ടാകുമ്പോഴത്തേക്കു ಅದರ എനർജി ബൂസ്റ്റ് ആവും. ആ ശക്തിയിൽ അത് പാറിയോണ്ടുകൂടിയ ബണ്ട് അത് ഏതെങ്കിലും ഒരു എയർ ജെറ്റില അല്ലെങ്കിൽ വിമാനത്തിൽ ബണ്ടല്ല, അത് സ്വന്തം എനർജിയിൽ ബണ്ട്. ഈ എനർജി എവിടെ ബൂസ്റ്റ് ആവിടെ ಅದಕ್ಕೆ നോമ്പ് നോക്കിയിട്ടാകുമ്പോ. അപ്പോ എല്ലാ ജീവജാലത്തിനും തന്നിലുള്ള മീനുക സമയത്ത് നോമ്പുണ്ട്. ಏನು ಎಲ್ಲೋ ಬಿಸಿ ನೋಂಬು ಕಳಿಯಲ್ಲಿ ಪಿನ್ನ ನಂಗೆ ಬರುವ ಮನುಷ್ಯಗೂ ನೋಂಬು. ಮನುಷ್ಯನ ಮುಸಲ್ಮಾನ್ಗೆ ಮಾತ್ರ ಅಲ್ಲ, ಈ ಏಕಾದಶಿ ಎಲ್ಲ ಬರುമ്പോഴത്തേಗೂ ಹಿಂದೂ ಸಹೋದರಮಾರು ನೋಂಬು ನೋಡ್ತಾರೆ. ജൈനമാര് 44, 84 അജീവ അഥവാ അതിലേ നോമ്പ് നോക്കിയിട്ട് അങ്ങ് മരിച്ചിട്ട് പോണ്ട. ക്രിസ്ത്യന്മാർക്കും നോമ്പ് അങ്ങക്ക് മാത്രം അങ്ങനെ നോമ്പ് അത്ര വ്യത്യസ്തമായ രീതിക്ക് അങ്ങക്ക് ബൊണ്ട കുടിക്ക, അങ്ങക്ക് ബാല തിന്ന, അരിയുടെ വസ്തു തിന്ന കുതിര, തെല്ലാൽമാർക്ക് നോമ്പ് നോക്കിയപ്പോ ചെറുപ്പിട് കുതിര, അങ്ങനെയല്ല. അങ്ങ് ഞങ്ങളെ നോമ്പൊരു വിഷയത്തില് ഇടീ ലോകം ഇസ്ലാമിയത്ര നോമ്പൊരു വിഷയത്തില് ചർച്ചയാക്കിയപ്പോഴത്തേക്ക് എല്ലാവരും അത്ഭുതപ്പെട്ടാറ്. ഇങ്ങനത്തെ ഒരു നോമ്പ് എന്തോ സയന്റിസ്റ്റുമാർ ചൊല്ലാറ്. ഒരാള് 12 ഗಂಟೆ 3.5 ഗಂಟೆ പട്ടിണി തെച്ചെങ്കിൽ ഒരു ഗ്ലാസ് തണ്ണി പോലും കുടിക്കാത്ത ഒരാള് 12 ഗಂಟೆ അയാള് പഴിച്ചിട്ട് പസിയിൽ തെച്ചിട്ട് കണ്ടെങ്കിൽ അയാളുടെ ശരീരം മൗത്താവുക റെഡിയാവും, മരിക്കോ. ആ ലാസ്റ്റ് ടൈമില് മരിക്കോ റെഡിയാകുമ്പോഴത്തേക്കു അയാളെ തടിയില് ഒരു തര അട്ടോ ഇമ്മ്യൂൺ പവർ പ്രൊഡക്ഷൻ ആവും. ആ പവർ എത്രത്തോളം ಅದಕ್ಕೆ പവർ ഉണ്ട് ചൊന്നെങ്കിൽ അതൊരു ആന്റിബയോട്ടിക്, ക്യാൻസർക്ക് സമയത്ത് ആന്റിബയോട്ടിക്. അതുകൊണ്ടിട്ട് മുസ്ലിം ആൾമാർക്ക് ക്യാൻസർ രോഗ കുരുടിയിട്ട് പിന്നെ ലോക വൈജ്ഞാനിക സംശോധന ഞങ്ങൾക്ക് തരിപ്പാട്ടി. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ആരെങ്കിലും നോമ്പ് അതിക്കുവാറ അല്ലേ? ഏത് രോഗത്തും ആന്റിബയോട്ടിക് നോമ്പ്. പിന്നെ വിദേശ പഠനത്തിൽ ചൊല്ലാറ് ഈ കരുളിന ಹುಣ್ಣು ചൊല്ലാറില്ലേ, അൾസർ, ಅದಕ್ಕೆ നോമ്പ് മറന്നായിട്ടിക്കറ്.
വിദേശത്തിൽ കാനഡത്തിൽ ചുമ രോഗത്തിന് നോമ്പ് നോക്കൂ ആസ് ഇസ്ലാമിക് ഫാസ്റ്റ് ഇസ്ലാമി അങ്ങനെ നോമ്പ് നോക്കു ചൊന്നൂರು അങ്ങനെ നോമ്പ് നോക്കു ചൊല്ലൂರು ചൊന്നിട്ട് ഡോക്ടർമാർ സജസ്റ്റ് ആക്കി അത്രയും ഒരു ഭൗതികമായ രീതിയിൽ ഈ നോമ്പു ഞങ്ങൾക്ക് എന്തുണ്ട് രക്ഷാ കവച അതായിട്ട് ഇവിടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നേ അസ്സൗമു ജുന്ന നോമ്പ് ചൊന്നെങ്കിൽ ഒരു രക്ഷാ കവചായിട്ട് ഇനി അതൊരു ഞങ്ങളെ കേവല രോഗപ്രതിരോധക മാത്രമല്ല ആധ്യാത്മികമായിട്ട് ഞങ്ങൾക്ക് ശക്തി തണ്ട് നോമ്പ് നോക്കൂ മുസ്ലിമുക ആക്കിടಕ್ಕೆ ಪ್ರತಿಯೊರು ಪ್ರತಿಭಟನೆ ಆವಟ್ಟು അല്ലെങ്കിൽ അങ്ങ് ഒരു വിഷയത്തെ ബാക്കിൽ മുതു പിടിച്ചെങ്കിൽ അത് ആവാണ്ട് അങ്ങ് പുറത്തു പണ്ടില്ല അത് പുറത്തെല്ലാരും ചൊല്ലാറ് ഒരു പാവത്തങ്ങക്ക് ഇത്ര ഹെൽപ്പ് ആക്കിട്ട് നിങ്ങൾ നോക്കൂ ചർച്ചിക്ക് പോകൂ ദേവസ്ഥാനത്തേക്ക് പോകൂ പള്ളിക്ക് പോകും ഒരു ಬೆಳ್ಳಿಯಾಸೆ ಪಳ್ಳಿയുടെ ಜಾಲಿ ಇಕ್ಕಡನ್ಕೆತೆ ಆಲ್ಮಾರ್ ಸಹಾಯಕ್ಕೆ ಬಂದನ್ಕೆತೆ ಆಲ್ಮಾರ್ ಬೇರೆ ಎവിടെ ಕಾಣಿಲ್ಲ ಎಂದೇ ಮುಸ್ಲಿಂ ಅವರು ಭಯಂಕರമായിട്ട് ಸಹಾಯ ಆಕಿಡನ್ಕೆತೆ ಅವರು ನ್ಯಾಚುರಲ್ ಅವರು ವಿಷಯ ಹಂಗಾಗ ಹೆಲ್ಪಿಂಗ್ ನೇಚರ್ ಎಂದೇ ಕಾರಣ ಹಂಗಾಗಿ ನೋಂಬುಲು ಗೊಂತುಂಡು ಪಸಿಚಿಟ್ಟು ನಂಗಳ ಅಧ್ಯಕ್ಷರು ಚೊಂತು ಮದ್ರಸಾ ಮ್ಯಾನೇಜ್ಮೆಂಟ್ ಪಸಿ ಅಂದ್ರೆ ಎಂಟು ಗೊಂತಾವಡನ್ಕಿತ್ತು ഒരു ಬಿಸಿಯ എത്ര വലിയ പൈസ തവണകും ഒരു പസി ಗೊಂತಾവണെങ്കിൽ ಬೇರೆ ഒരു മാർഗവുമില്ല നോമ്പ് മാത്രമായിട്ട് അതുകൊണ്ട് സാമാജിക വിചാരത്തിൽ മുസ്ലിം മുന്നവറവും അനാഥ മക്കളും എല്ലാവർക്കും ഹെൽപ്പ് ആക്കുക ഒരു കാരണം നോമ്പുര മഹത്വമായിട്ട് എന്നാ ജാസ്തി ചൊല്ലില്ല ടൈം 10 മിനിറ്റ് ആയിരുന്നു സർ അല്ല അങ്ങനല്ല 10 മിനിറ്റ് ഡ്രഗ്സ് വിഷയത്തിൽ ചൊല്ലുന്നുണ്ട് ചന്ദ്ര അപ്പോ അതും വേണം അപ്പൊ നോമ്പുടെ വിഷയം ഞങ്ങൾ കേട്ടെങ്കൊണ്ടല്ലേ നോമ്പുടെ വിഷയം ഞങ്ങൾ എത്ര കേട്ടെങ്കിൽ പിന്നെ ഞങ്ങൾ നോമ്പ് നോക്കുവല്ലാതെ ഒരിക്കലും അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ചൊന്നേ മുഅ്മിനായ ഒരു മനുഷ്യ നോമ്പുടെ മെറിറ്റ്സ് വിഷയത്തിൽ ಅದರ ಮಹತ್ವದ ವಿಷಯത്തിൽ ಅವನು ಗೊಂತಾയെങ്കിൽ ಅವನು ಚೊಲ್ಲುವ ಪಡಚೋನೆ ഒരു വർഷം ഫുൾ ആയിട്ട് നോമ്പിക്കട്ടെ ഒരു തിങ്ങല്ലേ അല്ലേ എന്തുമില്ലാത്ത അവനക്കും ജാവാമ്പത്തും നോമ്പ് തുറക്കുന്ന ടൈം ആകുമ്പത്തും അവത്തുൽ എന്തോ ഒരു സന്തോല അത് നോമ്പുടെ ഒരു ആത്മീയമായിട്ട് അല്ലാഹു തന്നെ ഒരു ബർക്കത്തായിട്ട് ഇട് അപ്പൊ ഞങ്ങൾ ഒരു വിഷയക്കൊള്ളു നോമ്പ് ഞങ്ങൾ അവത്തിൽ എല്ലാവരും ചൊന്നു കൊടുക്കണം മാത്രം ഒരു വിഷയമുണ്ട് ഒരു ഫുഡ് മാഫിയ ചൊന്നിട്ടു ഒരു ದಂಧೆയുണ്ട് ಹಂಗ ಎಂದ್ರಾಕಿದಾರ ಗೊತ್ತಲ್ಲ ನಾನು ಮುಟ್ಟತ್ತಿಗೆ ഒരു ഡോക്ടറെ മുട്ട പോയിട്ടുണ്ട് അപ്പൊ ഡോക്ടർ ചൊന്തു നിങ്ങൾ നോമ്പ് നോക്കിയെങ്കിൽ നോമ്പ് കഴിയുമ്പോൾ നിങ്ങൾ പവർഫുൾ ആവണം ബട്ട് നിങ്ങളെ പവർ എല്ലാം വീക്ക് ആവണം എവിടെ ಗೊತ್ತಿಲ್ಲ എവിടെ നിങ്ങ ഒരു ഫുഡ് മാഫിയത്തിക്ക് നിങ്ങൾ ബലിയായിടാറ് ഫുഡ് മാഫിയത്തിക്ക് നിങ്ങൾ ബലിയായിടാറ് ബरोबर देखो അപ്പോ ഫുഡ് മാഫിയത്തിക്ക് ഞങ്ങൾ ബലിയായ സബബിലു ഞങ്ങളെ നോമ്പ് ഞങ്ങൾക്ക് വീക്കായില്ല ഇണ്ട് നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ മുഞ്ഞാണ്ട് ഒരു പിന്നെ ഒരു വറതി ನಾನು ಓದಿ देखो 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 അപ്പോ ഒരു വറതി എന്തിനു ಗೊತ್ತುಂಟು ഒലിമ്പ വയസ്സുള്ള ഒരു കിടാവ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു കേട്ടോ നിങ്ങൾ കേട്ടോ ഒലിമ്പ വയസ്സുള്ള ഒരു കിടാവ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഹാർട്ട് അറ്റാക്കിന്റെ മിനിമം ഏജ് ഒന്നെങ്കിൽ 45 ഉണ്ടിಂತೆ ഇപ്പൊ കൊറോണ എന്ന ബല്ലൽ പിന്നെ അത് 25 വന്നത് ಹಾಗೆ ഒലിമ്പ വയസ്സുള്ള ഒരു കിടാവ് അറ്റാക്ക് ആയിട്ട് മൗത്തായിട്ട് ചൊല്ലുമ്പോൾ എന്തരേത് കേൾക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും അർത്ഥം അവിടല്ലേ അപ്പൊ അതൊരു കാരണം എന്തിനു ಗೊತ್ತುಂಟು ഫുഡ് മാഫിയ ഉണ്ട് ഞങ്ങളെ മക്കളെ ഞങ്ങൾ ബർത്ത്ഡേക്ക് കേക്ക് എല്ലാം കൊടുക്കറല്ലേ ചോക്ലേറ്റ് എല്ലാം കൊടുക്കൂടി ഇതെല്ലാം എതിരെല്ലാം ആക്കട്ട് പിടിയുണ്ടാ ഇതെല്ലാം പാം ഓയിൽ എണ്ണയിൽ ആക്കിട്ട് പാം ഓയിൽ അഥവാ പാം എണ്ണയിൽ ആക്കിട്ട് ഈ എണ്ണയുടെ ഒരു പ്രത്യേകത ಗೊತ್ತುಂಟು സഹോദരന്മാരെ ഞങ്ങൾ എല്ലാ നാളിലും സമോസവും അതേപോലെ റോളും എല്ലാം കൊമ്പന്നിട്ട് തിന്റെ ആൾമാരുണ്ടെങ്കിൽ ഈ നോമ്പ് ഞങ്ങൾക്ക് എന്തേ എഫക്ട് ആക്കില്ല ചൊന്നിട്ടു ചൊല്ലകുലൻക്കെത്തെ ഒരു വിഷയ അതെന്താ ചൊന്നെങ്കിൽ ഈ പാം ഓയിൽ ഞങ്ങൾ ഏട്ടക്കാക്കിട്ട് പാം ഓയിൽ മിക്സ് ആക്കിയിട്ട് അത് ഞങ്ങൾ ടിക്ക തിന്നെങ്കുമാവും അല്ലെങ്കിൽ എന്ത് കോൽ എന്തിനാക്കിയിട്ട് തിന്നെങ്കും ഈ എണ്ണയിൽ ഇട്ടിട്ട് ഞങ്ങൾ തിന്നിട്ട് കണ്ടെങ്കിൽ സഹോദരന്മാരെ ഫസ്റ്റ് ഞങ്ങൾക്ക് ഹാർട്ട് പിന്നെ ഞങ്ങളെ ലിവർക്ക് അതേപോലെ മങ്ങിലായെങ്കിൽ മക്കാവാത്ത കേസ് ഈ പാം ഓയിലിന്റെ ഒരു ഡിമെറിറ്റ്സ് ആയിട്ട് അതുകൊണ്ടിട്ടോ പരിശുദ്ധ നോമ്പ് നോക്കിയിട്ട് ഞങ്ങൾ നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് ജങ്ക് ഫുഡ് അതേപോലെ ഫാസ്റ്റ് ഫുഡ് അതേപോലെ മസാല ഫുഡ് അതേപോലെ ഈ ഓയിൽ ഫുഡ് ഇതിലെല്ലാം ഞങ്ങൾ അവോയ്ഡ് ആക്കണം ഇല്ലെങ്കിൽ ഞങ്ങളെ നോമ്പിടെ ആ എനർജി ബൂസ്റ്റ് ഞങ്ങൾക്ക് ആവില്ല
അള്ളാഹു ഞങ്ങൾക്ക് നോമ്പ് ചന്തത്തിൽ പിടിക്കുകയും ആ നോമ്പ് ചന്തത്തിൽ തുറക്കുകയും നിങ്ങൾ നോക്കും ഒരു നോമ്പ് തുറക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു ഈത്തപ്പല അല്ലെങ്കിൽ കാരക്ക തിന്നിട്ട് നോമ്പ് നോക്കണം പിന്നെ നോമ്പ് അവോയ്ഡ് ആക്കണം നോമ്പ് മുറിക്കണം പിന്നെ നോമ്പ് ബ്രേക്ക് ആക്കണം എന്തേ ആൽമാർ ചൊന്നാർ അത് അറേബ്യ നാട്ടിൽ എങ്ങനെ ഞങ്ങളുടെ റായത്തിൽ തേങ്ങയുടെ പൂൽ തിന്നിട്ട് നോമ്പ് തുറക്കുക ആവിടും അങ്ങനൊന്നുമില്ലേ ഞങ്ങളുടെ റായത്തിലും ഈ ഈത്തപ്പല ഈ കാരക്ക തിന്നിട്ടേ നോമ്പ് തുറക്കൽ സുന്നത്ത് അത് കിട്ടിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് തണ്ണി കയറ്റിക്കടി രണ്ടാമത്തെ സ്ഥാനം അപ്പൊ ഈ നോമ്പ് തുറക്കുമ്പത്തും കൊണ്ടല്ലേ നിങ്ങളുടെ ശരീരത്തിൽ ഉത്പാദനമായിട്ട് ചുമ്മ വൈറസ് അല്ല ഈ കാരക്കട തണ്ണിലെ ചത്തിട്ട് കൊണ്ടുപോകുന്നു അത് ആധുനിക സയൻസ് ആയിട്ട് ഏതുമാവട്ടെ ഞങ്ങൾക്ക് പരിശുദ്ധ നോമ്പ് അതിന്റെ ഭൗതിക അതിന്റെ ആധ്യാത്മിക അതേപോലെ അള്ളാഹുമായിട്ട് മുട്ടാവുക ഒരു ഹദീസ് മാത്രമാണ് നിങ്ങൾ ചൊല്ലേ അസ്സൗമുലി വഅന അജ്സി ബിഹി സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല ചൊല്ലേ നോമ്പ് നക്കുള്ളത് ಅದರ ಫಲ ನಾ ತಂಡವನು ನಾ ಕೇಕಟ್ಟ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ അപ്പൊ നിസ്കാരം ആർക്കുള്ളത് ചൊല്ലു നിസ്കാരം ആർക്കുള്ളത് അത് നിങ്ങൾ മുണ്ടാത്തെ നിസ്കാരം ആർക്കുള്ളത് അല്ലാഹ് അതിലെ ഫലതണ്ടവനാറ് പിന്നെ നോമ്പൊരു വിഷയത്തിൽ മാത്രം അങ്ങനെ എന്തൊരു ഹദീസ് അല്ലെ അത് ചിന്തന ആക്കുന്ന ഹദീസ് ಅದಕ್ಕೆ ചുമ്മാ ആൻസർ ഉണ്ടോ ബട്ട് മഹാന്മാർ ചൊല്ലി എനിക്കൊരു പ്രബലമായ ഒരു ആൻസർ നോമ്പ് നക്കുള്ളത് അസൗമു ലി ചൊന്നെങ്കിൽ അല്ലാഹ് എപ്പോ നോമ്പ് ഉണ്ട് അല്ലാഹ് തിന്നില്ല അല്ലാഹ് ചായ കുടിക്കടല്ല അല്ലെങ്കിൽ നമ്മ ബുദ്ധിയിൽ കൊമ്പുണ്ടാം അല്ലാഹ് ഇല്ലല്ലേ അല്ലാഹ് നോമ്പ് എപ്പോഴും വഅന അജ്സി ബിഹി ಅದರ ಫಲದಂಡವನ್ನು ನಾನು ಅಂತ ಅಲ್ಲಾಹ್ ಚೊಲ್ಲು ಅದರ ಅರ್ಥ ಅಂದ್ರೆ ಗೊತ್ತುಂಟಾ ಪೋ ಹಜ್ಜಿಗೆ ഒരു ಫಲ ಅಲ್ಲಾಹ್ ಚೊಂದ್ರು ಹಜ್ಜಿയുടെ ಫಲ ಸ್ವರ್ಗ ಇಟ್ಟಿಕ್ಕರೆ ನಿಸ್ಕಾರಕ್ಕೆ ഒരു ಫಲ ಅಲ್ಲಾಹ್ ಚೊಂದ್ರು ಬಟ್ ನೋಂಬುടെ ಫಲ ಅಲ್ಲಾಹ್ ಚೊಂದ್ರೆ ಗೊತ್ತುಂಟ ಆದ್ರೆ ಫಲ ನಾನು ತಂಡೆ ಚೊಂದೆಂಗಿಲ್ಲ ಅಲ್ಲಾಹ್ ಡೈರೆಕ್ಟ್ ಕಾಂಡೆ ಇಟ್ಟಿಕ್ಕರೆ ಅದರ ಫಲ ಅನ ಅಜ್ಜಿ ಬಿಹಿ നോമ്പുടെ ഫല തണ്ടവನು ನಾನು ചൊന്നെങ്കിൽ ನನ್ನ നിങ്ങൾക്ക് കാട്ടേ അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് ചെയ്യട്ടെ ആ നോമ്പുടെ വിഷയം ഞാൻ അവിടെ നിപ്പാട്ടി എന്നോട് ഡ്രഗ്സിന്റെ വിഷയം ചൊല്ലുക ചൊന്നു അപ്പോ സഹോദരന്മാരെ ഇന്റെ ആധുനിക ലോക കണ്ടാവത്തെ പേടിച്ചിട്ട് പേരൻസ് ജീവിക്കണ ഒരു കാലത്തിൽ നിങ്ങൾ ഒതുക്കിക്കൊണ്ടുള്ള നിങ്ങൾ നോക്കറോ കേരള അലക്ക പോയി കേരളത്തിൽ ഉമ്മമാർക്കുണ്ടല്ലേ ജാവ് ഉറങ്ങുക പേടിയാവിടും എന്തേ എന്റെ മോനുള്ളവിടെ എങ്ങനെ ഉറങ്ങിടേ പണ്ടൊരു കാലത്ത് എന്റെ മോനുള്ള ധൈര്യത്തിൽ ഉറങ്ങാൻ ചെന്നിട്ട് നേരെ ഉൾട്ടായിട്ട് 10 വയസ്സുള്ള പെൺകിടാവും 12 വയസ്സുള്ള ആൺകിടാവും MDM സേലാക്കി എനിക്ക് ഒരു കാലത്തിൽ നിങ്ങൾ ജീവിച്ചോണ്ട് നിങ്ങൾ നോക്കൂ ഒരു ഹദീസിലുണ്ട് സിംഫാനു മിൻ ഉമ്മത്തി ഇദാ സലഹ സലഹ അന്നാസു കുല്ലു നന്റെ ഉമ്മത്തിൽ രണ്ട് വിഭാഗ ആൾമാരുള്ള അങ്ങനെ നന്നായെങ്കിൽ നാട് എല്ലാം നന്നായിತು ഒയ്ദാ ഫസദ ഫസദ അന്നാസു കുല്ലു അങ്ങ ബെടക്കായെങ്കിൽ എല്ലാം ബെടക്കായിತು അല അൽ ഉലമാ വൽ ഉമറാ അത് ആർ ಗೊತ್ತುಂಟಾ ഒന്ന് ഞങ്ങളെ റായത്തുള്ള നേതാക്കന്മാർ ലീഡേഴ്സ് പിന്നൊന്ന് ഉലമാക്കന്മാർ അപ്പൊ ഞങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉലമാക്കന്മാർ ബെടക്കാവറ അങ്ങ് 5 വഖത്ത് നിസ്കരിക്കില്ലേ അങ്ങ് നോമ്പ് നോക്കില്ലേ അങ്ങ് ഹജ്ജാക്കില്ലേ ഉംറാക്കില്ലേ പിന്നെ അങ്ങ് എങ്ങനെ ബെടക്കാവരെ അങ്ങ് ബെടക്കാവിടെ എങ്ങനെ ಗೊತ್ತುಂಟಾ സമുദായത്തെ കാളജി അങ്ങില്ലെങ്കിൽ അങ്ങ് ബെടക്കായരുണ്ട് ഉമറാക്കളും അങ്ങനെ എല്ലാം ആക്കിടാറ് ഹജ്ജ് ആക്കിടാറ് നോമ്പ് നോക്കിടാറ് ഖുർആൻ ഓതറാറ് അങ്ങ് പിന്നെ എങ്ങനെ ബെടക്കാവരെ അങ്ങക്ക് സമുദായത്തെ കാളജി ഇല്ലെങ്കിൽ അങ്ങ് ബെടക്കായരുണ്ട് ಅದಕ್ಕೆ ಬೇರೆ ಎಂತ ಬೇಡ ಉಂಟಿಲ್ಲ ಸಮುದಾಯത്തെ ಕಾಳಜಿಯೇ ಇಲ್ಲ ನಾನು ನನ್ನದು ಮಾತ್ರ ನನಗೆ ಚಿಂತನೆ ಉಂಡೆങ്കിൽ പോയിತು സഹോദരന്മാർ ആ നിട്ടില് ഈ കാലത്തിൽ ഉലമാക്കന്മാർക്ക് പള്ളിയുടെ ഉസ്താദ് ഇന്നെങ്കിൽ അയാൾക്ക് ശമ്പളം ജാസ്തി ആക്കറേ കൊറോടി ആക്കറേ ഇത് കമ്മിറ്റി റെസ്റ്റോറന്റ് അത് മാത്രല്ല ഞങ്ങളൊരു മൊഹല്ലത്തെ എങ്ങനെ സംസ്കരണ ആക്കാ ചെന്നിട്ട് ഒരു ഇച്ഛാശക്തിയുള്ള ഉസ്താദും ഒരു ഇച്ഛാശക്തിയുള്ള കമ്മിറ്റി ഇന്നെങ്കിൽ മാഷാ അല്ലാ ഞങ്ങളെ ഒരു സമുദായത്തെ ഞങ്ങളെ ഓരോ മൊഹല്ലത്തെ എത്ര ചന്ത വേണമെങ്കിൽ ഞങ്ങൾക്ക് ആക്കാം എന്ത് വേണമെങ്കിലും അവിടെ ആക്കാം നാളൊരു മൊഹല്ലത്തിൽ ഒരു ഞങ്ങളെ കമ്മിറ്റി കണ്ടിട്ട് ചൊന്ന് ഇതാ SSLC പരീക്ഷ വന്നുകൊണ്ടുണ്ടോ മക്കളെല്ലാം ഒന്ന് വിളിക്കണു എത്ര മക്കൾ SSLC എക്സാം എഴുതാറ് നോക്കണു അങ്ങനെ ഡിസ്റ്റിങ്ഷൻ എടുത്ത് ഞങ്ങൾക്ക് ഒരു പ്രൈസ് ഓഫർ ആക്കണം എല്ലാം ചൊന്നിട്ടാകുമ്പോഴത്തേക്കു കമ്മിറ്റി ഒരാൾ ചൊല്ലു എന്തൊരു നിങ്ങൾക്ക് ശമ്പളം കിട്ടില്ലേ നിങ്ങൾ എന്ത് കിതിക്കില്ല പോണ്ടേ ചൊന്നെങ്കിൽ ഇച്ഛാശക്തിയുടെ കുറത്ത് ബാക്കി എല്ലാം ഉണ്ട് സമ്പത്തുണ്ട് നോളജ് ഉണ്ട് എല്ലാം ഉണ്ട് ബട്ട് എന്തില്ല ഇച്ഛാശക്തിയുടെ കുറത്തെ ഉണ്ട് അപ്പൊ ഇച്ഛാശക്തി ഞങ്ങൾക്ക് ഇന്നെങ്കിൽ നാളെ മൊഹല്ലത്തേക്ക് എവിടെ പിന്നെ ഈ ഡ്രഗ്സ് ബണ്ട് ആറ് കൊമ്പണ്ട പുതിയ ആൾമാർ ഞങ്ങൾ റായത്തിന് ആറ് ബണ്ടാറ് പുതിയ പുതിയ ബാഗ് എടുത്തോണ്ട് ആറ് ബണ്ടാറ് ഇത് ഒരു അദ്ദേഹം ഒരു ഉസ്തുവരെ സമിതി വെച്ചെങ്കിൽ നമുക്ക് ഞാൻ ഭീമാപള്ളി ചെന്നിട്ട് കേരളത്തിൽ അവിടെ ആരെങ്കിലും ഡ്രഗ്സുമായിട്ട് സംബന്ധപ്പെട്ടിട്ട് അങ്ങനെ അറസ്റ്റ് ആക്കിയെങ്കിൽ അങ്ങനെ ആകെ 10 ജമാഅത്തിനെ 10
അങ്ങക്ക് FIR ആയിട്ട് കണ്ടെങ്കിൽ 50,000 രൂപ ഫൈൻ പള്ളിക്ക് തീരുമാനാക്കിയാറ്. എന്താ ഇച്ഛാശക്തി ಬಂತು അങ്ങക്ക്. സോ ഞാൻ ചൊന്നുകൊണ്ട് വന്ന സഹോദരന്മാരെ, MDA മുറിച്ചെറുക്ക എടുത്തിട്ട് കണ്ടെങ്കിൽ 48 ಗಂಟೆ ಅವನು ಆನ್ ಲಿಕ್ಕರ್ ಅವನು ವರ್ಕ್ ಬಂದಿಲ್ಲ. ಅವನಿಗೆ ಎಂದ್ರೆ പിന്നെ ദുഷ്ട ഉണ്ട് അത് ഡബിൾ ആവുള്ളൂ. അവനക്ക് ആന ധൈര്യം ഉണ്ട്. അവന്റെ മുന്നിലുള്ളത് അതൊരു അവന്റെ സാർ അവന്റെ ഉസ്താദ് അല്ലെങ്കിൽ അവന്റെ അപ്പവും അവന് കാണില്ലേ. അവനൊരു ആനവും അവന്റെ കീഴിലുള്ള എനിക്ക് ആർഡർ പോലെ അവന് കാണണ്ടേ സമയത്ര എന്ത് വാക്കുകളും തയ്യാറുള്ള ഉടേ മൈക്കാലത്ത് വിശേഷിച്ചുള്ളേ 3 ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്. 3 ക്രിസ്ത്യൻ കമ്മിറ്റി അങ്ങുള്ളത്. ഞങ്ങൾ ഒരു ഡി അഡിക്ഷൻ സെന്ററും ഇല്ല. ഞങ്ങൾ വാലാക്കിട, ഞങ്ങൾ ഉറുസാക്കിട, ഞങ്ങൾ ബദ്രീങ്ങളാണ്ടാക്കിട, ഞങ്ങൾ ഈദ് മിലാദാക്കിട. ഞങ്ങൾ ഭയങ്കര ഗൗജല് ജീവിച്ചുകൊണ്ടുള്ള. ബട്ട് എന്തില്ല ഞങ്ങൾ ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് വർക്ക് ആക്കല്ലേ. ഇവിടെ ഞങ്ങൾ ഇക്കാലത്ത് 3 ഡി അഡിക്ഷൻ സെന്റർക്ക് ഞങ്ങൾ പോയാ വേട്ടയാക്കി. ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ 16 മുസ്ലിം ബാലക്കാർ അഡ്മിറ്റ് ആയിടാ. അങ്ങനെ എങ്ങനെ ഉള്ളവർക്ക് ಗೊತ್ತಲ್ಲ കൈക്കാലല്ല ഇങ്ങനെ പെരച്ചു ഇങ്ങനെ അവിടെ നിൽക്കുകയാവില്ല. അങ്ങനെ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് പാടങ്ങളൊക്കെ എടുത്തിടാറ്. അങ്ങക്ക് ഹറാമുടി ഇറച്ചി സമയത്ത് കൊടുക്കൂടാറ്. എന്തിനെ കേട്ടെങ്കിൽ ചൊല്ലാറ് എന്തിനെ കൊണ്ടുണ്ട അത് അങ്ങക്ക് പ്രോട്ടീൻ കിട്ടണു. കൈക്കാൽ പെരങ്ങെടുത്ത് പോകണ്ടെങ്കിൽ അങ്ങക്ക് പ്രോട്ടീൻ കിട്ടണു. അപ്പോ ഞങ്ങളെ കമ്മ്യൂണിറ്റി അഖില ഭാരത ಬ್ಯಾರಿ ಪರಿಷತ್ ಭಾರತ ಬ್ಯಾರಿ ಪರಿಷತ್ ಇನ್ಶಾ ಅಲ್ಲಾ ನಾನು ಈ ನೇದಾಕ ಬರ್ತಿದ್ದು ನಂಗೆ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ ഒരു വിഷയം നിങ്ങൾ ആക്കിത്തരും. ഞങ്ങൾ അവിടെ ഡി അഡിക്ഷൻ സെന്റർക്ക് ഒരു ബാലക്കാരൻ അഡ്മിറ്റ് ആക്കിയെങ്കിൽ അവനക്ക് 40 കറക്റ്റ് ജമാഅത്തായിട്ട് നിസ്കരിപ്പാട്ട് ഒരു വ്യവസ്ഥ. അവന്റെ മുഖത്തേക്ക് ഉദുടെ തണ്ണി തട്ടിയിട്ട് അവനൊരു ഖുർആന്റെ ശബ്ദം കേട്ടെങ്കിൽ പിന്നെ അവന് വേറെ എന്തും ആവില്ലേ. അവന് ഒറിജിനൽ മുഅ്മിനാവുടെ സഹോദരന്മാരെ. അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ കമ്മിറ്റിയുടെ ആൾമാരെ ഡി അഡിക്ഷൻ സെന്റർക്ക് പോയിട്ട് അവന് കള്ളുകൂടി വിട്ര അവന് പിന്നെ ഹറാബടി ഇറച്ചി ഷട്ടക്ര പിന്നെ അവന് പെണ്ണുപിടി അവിടെ അവന് ബർബത്ത് ഇംഗ്ലീഷ് മറന്നു പോലെ ഒന്ന് പോയിട്ട് ഒന്ന് വേണ്ട. സോ ഞങ്ങൾ എന്താക്കുന്നു ഞങ്ങളെ ഒറിജിനാലിറ്റി ഞങ്ങൾ ആക്കിയിട്ട് കാട്ടും. ಅದಕ್ಕೆ ಬೇನಾയിട്ട് ചുമ്മാ വർക്ക് ആക്കാൻ ഒരു ടീം ഞങ്ങളെ കയ്യിലുണ്ട്. ഇൻഷാ അല്ലാ ഈ കാണുന്ന നേതാക്കന്മാർ ഞങ്ങൾക്ക് സപ്പോർട്ട് ആക്കി തന്നെങ്കിൽ ഞങ്ങൾക്ക് മൈക്കാലത്തിൽ ഒരു ഡി അഡിക്ഷൻ സെന്റർ ಬ್ಯಾರಿ ಪರಿಷತ್ತಿನ ಬಗ್ಗೆ ഞങ്ങൾ തുറക്കും. മാത്രമല്ല ഇൻഷാ അല്ലാ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിന് വിഷയം എന്തുണ്ടാ ഈ പിന്നെ ഡി അഡിക്ഷൻ സെന്റർക്ക് പോയിട്ട് അവിടെ ഈ പിന്നെ MDM എടുത്തെങ്കിൽ 48 ಗಂಟೆ ഓൺ പിന്നെ 24 ಗಂಟೆ അവന് ഉറങ്ങണം. അടിച്ചിട്ടിട്ട പോലത്തെ ഉറക്കം. ഈ ഉറക്ക് നിന്നിച്ച് ഇങ്ങനെ ഒരു 10 വട്ടം ആയതുകൊണ്ടല്ലേ പിന്നെ ബ്രെയിൻ പവർ പോണ്ടു. ഓന്റെ ಎಲ್ಲ ನರಮಂಡಲ ಎಲ್ಲ ವೀಕ್ ಆവുಡು. പിന്നെ ಅವನು ಸಮುದಾಯത്തിൽ ആർക്കും വേണ്ട. അവനൊരു മൂലലാവുട തെല്ലായിട്ട് അവനൊരു സൈലന്റ് കില്ലർ ചൊല്ലല്ല അങ്ങനത്തായിട്ട് അവന് മറിച്ചിട്ടേ പോണ്ടേ. ആർക്കും അവർക്ക് വേണ്ട. അതുകൊണ്ടിട്ട് ഇൻഷാ അല്ലാ ഞങ്ങളെ ഈ കൗബ് ഇണ്ട് നല്ലൊരു ഇഫ്താർ മീറ്റ് നക്ക് വാരി കുസ്സേ ഇത് നോക്കിയിട്ട്. കാരണം അവിടെ ആൾമാർ ചുമ്മയില്ലെങ്കും സമുദായത്തെ പ്രതിനിധിമാരായിട്ട് അവിടെ ഉള്ളേ. ഞങ്ങളെ ലക്കി സ്റ്റാർ പോലത്തെ ആൾമാർ അങ്ങനെ വ്യാഴ്ച എന്തുമാക്കോ സാധിക്കും. കാരണം 40 വർഷത്തിൽ പിന്നെ ഒട്ടാവാത്ത എനിക്കത്തെ ഒരു ഉലമ വിഭാഗത്തെ ഒരു സ്റ്റേജിൽ ദീപാട്ടി എനിക്കത്തെ ഒരു കപ്പാസിറ്റി ഉള്ള ആൾമാർ ഞങ്ങളെ ഈ ഒരു വേദിയിൽ ഉള്ളാറ് ചൊല്ലുമ്പോഴത്തേക്കും ഇൻഷാ അല്ലാ ഞങ്ങൾക്ക് എന്താക്കിയെങ്കിലും ഒരു ഡി അഡിക്ഷൻ സെന്റർ തുടങ്ങുക സാധ്യമുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഇവിടെ 3 തരം ആൾമാരുള്ള. ഒന്ന് കൺസ്യൂമർ ചൊന്നെങ്കിൽ ഈ ഡ്രഗ് യൂസ് ആക്കട. പിന്നെ ടൈം ആയിട്ടാ ഒന്ന് കൺസ്യൂമർ പിന്നൊന്നു ഡിസ്ട്രിബ്യൂട്ടർ ചൊന്നെങ്കിൽ ബിക്കിടക ബാനിയാക്കിട. മൂന്നാമത്തെ വിഭാഗം ഉണ്ട് ഡിസ്ട്രിബ്യൂട്ടർ വിത്ത് കൺസ്യൂമർ. അങ്ങ ഇത് ബിക്കിടർ യൂസ് ആക്കുക മൂന്നായിട്ടാ. നാലാമത്തെ ഒരാൾമാർ വിഭാഗം ഉണ്ട് അങ്ങ് മുഗ്ധമാർ. അങ്ങ് എന്തും പിടിയില്ലേ. മുഗ്ധമാർ 92% ഉള്ള. ഈ കൺസ്യൂമർമാരും ഡിസ്ട്രിബ്യൂട്ടർമാരും ഈ ബോത്ത് അഥവാ കൺസ്യൂമർ വിത്ത് ഡിസ്ട്രിബ്യൂട്ടർ ഇങ്ങ 8% ഉള്ളു ഞങ്ങളെ അക്കൗണ്ട്. ആയങ്ക ഈ 8% ആൾമാരുണ്ടല്ലേ ബാറ് ഒരു മോട്ടിവേറ്റഡ് പേഴ്സൺമാർ ഇങ്ങോട്ടേക്ക് ഒരുത്തം കൂടി അവനപ്പം അങ്ങോട്ടേക്ക് പോകണ്ട. അതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് 2 ബിസി ഉണ്ടാക്കുക. ഒന്ന് ഈ മാദക വ്യസനത്തിക്ക് വലിയ ആൾമാരെ സമാക്കും. അതൊരു 30% ഒരു ನಂಬಿಕೆയുള്ള വിഷയം. ചുമ്മാ അതിനെ ನಂಬುವ ಸಾಧ್ಯ ಇಲ್ಲ. ಬಟ್ ಈ 92% ಆಲ್ಮಾರುಳ್ಳಾರಲ್ಲೇ ಇದ್ರ ತೀರ ತೊಡಾತ ಆಲ್ಮಾರ್ ಹಂಗಲ್ಲ ಚೊಮ್ಮೆ ದೂರ ಹಾಕಿಟ್ಟೇಬೇಕು. ನಿಮಗೆ ಹಂಗ ಟಚ್ ಆಗಿಬಿಡೋತೀರಾ. ಅದಕ್ಕೂ ನನಗೆ ಜಾಗೃತಿ ಶಿಬಿರ ಪ್ರತಿಯೊಂದು പള്ളിയിലും ഞാൻ നടത്തുന്നു. പ്രതിയൊരു മൊഹല്ലത്തും ഞങ്ങൾ മുന്നോട്ട് കാതിര മുട്ട പോയിട്ട് ഞങ്ങളെ ലിംബ്രാടി വിഷയത്തിൽ ഒരു ലെറ്റർ എടുത്തു വന്ന എന്ത് ഞങ്ങൾ എല്ലാ പള്ളിക്ക് പോയിട്ട് ഞങ്ങൾ ഈ വിഷയം ചൊല്ല നിങ്ങൾ 6 കേട്ടെങ്കിൽ ഞങ്ങൾ കാതിര ലെറ്റർ കാട്ടുന്നില്ല. ಮಾದಕ ವ್ಯಸನದ ವಿರುದ್ಧ ಜನಜಾಗೃತಿ ಹಾಕಲಿಕ್ಕೆ ಒಂದು ಟೀಮ್ ಲಿಂಬ್ರಾ ಚೊಂದ
ಈ ಟೀಮ್ നല്ല ವರ್ಕ್ ಆಯ್ಕೊಂಡು ಮುಂಜಾನೆ ನಾರಾಸನಕ್ಕೆ ಅವರು ಫೋನ್ ಬಂತು, ಮುಸ್ತಾ ಅವರು ಕೌನ್ಸಿಲಿಂಗ್ ಬೇಣು, ನಂದು 3 ಸೆಕೆಂಡ್ ಪೀಸ್ പഠിച്ചുകൊണ്ടുള്ള അവൻ ഇങ്ങനെ MDMಗೆ അഡിക്ഷൻ ആയിരാ. നാ പോയി അവിടെ പോയിട്ട് ആ ചെറുക്ക വന്ന ചെറിയ ചെറുക്ക PCMB സ്റ്റുഡന്റ്, സയൻസിന്റെ സ്റ്റുഡന്റ് ಅವನು. ನಾ ಕೇಟೆ ನಿಕ್ಕೆ ಫ್ಯೂಚರ್ಲಿ ಎದುರಾವಣುಂಟು ಮೋನು, ಅವನು ಚೊಂದ ನಕ್ಕರು ಡಾಕ್ಟರ್ ಅವನಿಸ್ತದೆ ಅಂತ. ನಾ ಕೇಟೆ ನಿಕ್ಕೆ ಎಂದಿಗೂ ಸಮಸ್ಯೆ ಉಂಡ ಕೇಟೆ ಉಂಡಿಸ್ತಾ ಅಂದ್ರೆ ನಾನು MDMಗೆ ಅಡಿಕ್ಷನ್ ಆಗಿದೆ. ಅಕ್ಕೆ ಶಾಕ್ ಆಯ್ತು. ಅವನು ಅಡಿಕ್ಷನ್ ಆಗಿದೆ ಚೊಂದಿಟ್ಟು ಅವನಿಗೆ ಗೊಂತುಂಡು. ನಾ ಕೇಟ ಅವನು ನಿಕ್ಕೆ MDM ಎವಡಿಗೆ ಇಟ್ರೆ ಅಪ್ಪ ಅವನು ಚೊಂದ ಆನ್ಸರ್ ಅಂದ್ರೆ ಗೊಂತುಂಡ ಅದು ಎವಡ್ರಿಗೆ ಇಟ್ರೆ ಅಂತ ಚೊಂದೆಂಗ್ಲು ನಕ್ಕ ಪ್ರಾಬ್ಲಮ್ ಉಂಡಿಸ್ತಾ. ನಾ ಚೊಂದೆ ನಾನೊರು ಪೊಲೀಸಿಂದು ಮಲ್ಲಲ್ಲಿ ನಾನೊರು ಉಸ್ತಾದಲ್ಲಿ ನೀ ಚೊಲ್ಲು, ನಾನಾದ್ರೂ ಚೊಲ್ಲುಗ ಪೋಂಡಿಲ್ಲ. ಅಪ್ಪ ಅವನು ಚೊಂದ ಉಸ್ತಾದ ನಂದು ಸುತ್ತಮುತ್ತ ಫುಲ್ ಆಲ್ಮಾರ್ ಬಿತ್ತೋಂಡುಲ್ಲ ಯಾರಪ್ಪ ചുത്തലു ബിത്തോട്ട് ചൊന്ന ആൾമാറുള്ള. അപ്പോ അവന്റെ വിഷയം എന്ത് വന്നിട്ടുണ്ടോ അവത്തുള്ളൊരു വയലന്റ് ആവുക ഭയങ്കരമായിട്ട്. അപ്പൊ ഞങ്ങളെ മക്കൾ ഞങ്ങൾ ചുമ്മാ കോളേജിൽ നോക്കണം, സൈലന്റ് ആയെങ്കും പ്രോബ്ലം. മക്ക നല്ല ലവലവിക്കൽ പഠിച്ചോണ്ടിക്കിടാറ് സഡൻ സൈലന്റ് ആവുടാറ്, മുന്നിൽ ആറിട്ടു അവത്ത് കിടന്നുകൊണ്ടിക്കിടാറ്. ഞങ്ങൾ എന്തിനാ ഞങ്ങൾ ചിരിച്ചോണ്ടിക്കിടാറ്. അങ്ങ് ഡേഞ്ചർ സഹോദരന്മാരെ. ഞങ്ങൾ ಬೇಗ ಕೌನ್ಸಿಲಿಂಗ್ ವಿಧೇಯಾಕು. അതേപോലെ വയലന്റ് ആവുടെങ്കിലും അങ്ങും ഡേഞ്ചർ. ഈ വയലന്റ് ആവുടെ എപ്പോ ഗൊಂತುಂಡ ಡ್ರಗ್ಸ್ ಈ MDM ಚೊಳ್ಳೆ ಸಾಧನ അങ്ങ് മൂക്കിൽ യൂസ് ആക്കുമ്പോഴത്തേക്ക് അങ്ങ് അത്ര വലിയ പ്രോബ്ലം ആവില്ല. ബട്ട് മൂക്കിൽ യൂസ് ആക്കിയിട്ട് പിന്നെ അങ്ങ് നശമയ്യാവില്ലേ. പിന്നെ അങ്ങ് ഇഞ്ചക്ഷനിൽ എന്തിനാക്കിടാറ് യൂസ് ആക്കി. ಇಂಜೆಕ್ಷನ್ಗೆ ಎಪ್ಪ ಅವನು ಪೋಯಣ ಪಿನ್ನ ಅವನು ಕೊಲೆಗಡುಕ ಹೋಗುವ ಸಾಧ್ಯತೆ ಉಂಟು ಅಲ್ಲೇ. ಅಫಾನ್ ಚೊಳ್ಳೆ ഒരു ചെറുക്ക സ്വന്തം കുടുംബത്തെ ഫ്രണ്ട്സ് ആൾക്കാർ 6 ആൾമാരെ കൊന്ന. ഇതിലൊരു ഭാഗമായിട്ട് മുന്നേ വെൻലാക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ എയ്ഡ്സ് രോഗത്തിക്ക് കൗൺസിലിംഗ് ആക്കി എനിക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവിടെ പോയിട്ടാകുമ്പോഴത്തേക്കും അവിടുത്തെ ഡോക്ടർ ചൊന്നൊരു വിഷയം വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഡ്രഗ് ചൊന്നുകൊണ്ടുള്ള അതിരെ മറയിൽ എയ്ഡ്സ് ജാസ്തി ആയിക്കൊണ്ടുണ്ട് ഉസ്താദേ. HIV ಬಂದಿಟ್ಟು 7 ವರ್ಷ ಮುಟ್ಟ ಆರ್ಗು പിടിയാവില്ലേ. 7 ವರ್ಷ കഴിഞ്ഞാൽ പിന്നെ അവനുക്ക് ആ രോഗത്തെ സിൻഡ്രം കാണ്ട് അത്രത്തോളം ഇതും കാണ്ടില്ല. അപ്പൊ എങ്ങനെ വന്നിട്ടുണ്ട് ഇത് പണ്ടേ ഈ ഡ്രഗ് എടുക്കുന്ന ഇഞ്ചക്ഷൻ എടുക്കാറല്ലേ, അത് 4-5 ആൾ ഒട്ടിക്ക് കൂടിയിട്ട് ഒരേ ഇഞ്ചക്ഷന്റെ സൂചി യൂസ് ആക്കാ. ഈ യൂസ് ആക്കിയാൽ പിന്നെ എന്തിനായിട്ട് ഒന്ന് തിക്കില്ല. അങ്ങനെ ആ സൂചില് ജാസ്തി പണ്ട് ആരെങ്കിലും ഓർത്തെങ്കിൽ നിയമയാവും. അങ്ങനെ മാംഗ്ലൂരിലെ HIV സംഖ്യ ഭയങ്കര ആയിക്കൊണ്ട് നിങ്ങൊന്ന് പോയിട്ട് നോക്കൂ. എവിടെ ഞങ്ങളെ വെൻലാക്ക് ആസ്പത്രിയിലെ പിന്നെ HIV സോങ്കിത്ത ആൾമാർക്ക് പിന്നെ കൗൺസിലിംഗ് ആക്കിയിട്ട് ഡോക്ടറിട്ടൊന്ന് മീറ്റാവും. അപ്പൊ ഞങ്ങളെ സമുദായത്തെ ഈ വിഷയം എന്തിനായിട്ട് ഞങ്ങൾ ഗ്രൗണ്ട് കിഴിഞ്ഞിട്ട് പഠിക്കുമ്പോൾ ഞങ്ങൾ സമയം കൊടുത്തിട്ടില്ലെങ്കിൽ റബ്ബ് ഞങ്ങളെ കേൾക്കുക. ഒരു ഹദീസിലുണ്ട്, മൻ റഅ മിൻകും മുൻകറൻ വലം യുഗയ്യിറുഹു. നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ഒരു തപ്പാക്കിടയ്ക്ക് വിഷയം കണ്ടെങ്കിൽ അതിൽ അവന് ചേഞ്ച് ആക്കുക സമുദായത്തെ മുട്ട കളക്കളി ആക്കിയിട്ടില്ലെങ്കിൽ 40 അവന്റെ ദുആ അവന്റെ ഇബാദത്തൊന്നും അല്ലാഹ് സ്വീകരിക്കില്ല. ഞങ്ങൾ ചുമ്മാ ആലോചന ആക്കോറും. ചുമ്മാ ആൾമാർ ചൊല്ലാറ് ഉസ്താ നിങ്ങൾ ദ്വാരക്കോറും. ഞാൻ ചൊല്ല നിങ്ങൾ ദ്വാരക്കല്ലേ. ഞാൻ ചുമ്മാ ദ്വാരന്ന് ഉത്തരമേ കിട്ടില്ല എന്റെ നിങ്ങൾ ദ്വാരക്കോറട്ടു. അവ ഞങ്ങൾ ദ്വാക്ക് ഉത്തരം കിട്ടാതിരിക്കും ഒരു സബബെന്തര ಗೊತ್ತುಂಟಾ. ഞങ്ങൾ തപ്പ് കണ്ടിട്ട് ഈ തപ്പ് കൊണ്ട് ചൊല്ലില്ലേ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തിൽ അല്ലാഹു തആല മൂസാ നബി വഫാത്തായ ഇമ്മീഡിയറ്റ് ടൈമിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കടത്തിട്ട് ദുനിയാവൂർക്ക് പോണു. നിങ്ങൾ എന്ത് ഈ ഭൂമിയുടെ കൽത്തപ്പ പോലെ എടുത്തിട്ട് അട്ടിമറിക്കുന്നു ഭാരി ബെടക്കായിക്കൊണ്ടുള്ള മനുഷ്യന്മാരെ. അപ്പോ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൗമുകു ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നോക്കിയിട്ട് ഭൂമിയുടെ ഒരു സൈഡിൽ പോയിട്ട് ഭൂമി ഇങ്ങനെ അട്ടിമറിക്കുക വേണ്ടിയിട്ട് പോകുമ്പോഴത്തേക്ക് ഒരാളെ കണ്ടിട്ട് അയാളെന്തര കൊണ്ടുണ്ട ഒരു തസ്ബീഹിലെ മാല പൊടിച്ചിട്ട് അല്ലാ 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 ചൊന്നു. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമിಗೆ ഒരു ബേജാറായിട്ട് പഠിച്ചോനെ നിന്റെ പേര് ചൊല്ലിട്ട് ഇബാദത്താക്കാൻ ഒരാളിവിടെ ഉണ്ടല്ലേ. അപ്പൊ പിന്നെ എങ്ങനെ ഈ ഭൂമിയെ അട്ടിമറിക്കണോ? നല്ല ആൾമാർ ഉള്ളാറല്ലോ ഇവിടെ. അങ്ങനെ റബ്ബിനെ വിട്ട് കേൾക്കുമ്പോ അല്ലാ ചൊന്തു ജിബ്രീലെ നിങ്ങൾ സൊറാക്കണം, ഒരു വലിയ ബണ്ടെ കല്ലെടുത്തിട്ട് ഫസ്റ്റ് അയാളെ തലക്കേടും പിന്നെ ഭൂമിയെ അട്ടിമറിക്കോറും. എന്ത് ചൊന്നെങ്കില് അയാൾ സ്വന്തം ഇബാദത്താക്കരുത്, ബട്ട് ആൾമാർക്ക് അയാൾ നസീഹത്താക്കല്ലേ. അങ്ങനത്തെ ആൾമാർ ഞങ്ങൾ വേണ്ട. പിടിയിത്ത ഞങ്ങൾ സ്വന്തം താജുദ് നിസ്കരിക്കുക ഒത്തു പള്ളിക്ക് പോണ്ട ജാവു. ഞങ്ങളെ പെഞ്ഞോട്ട് നിസ്കരിക്കുക ചൊല്ലില്ലേ. ഞങ്ങളെ മക്കളൊട്ട് ഞങ്ങൾ ഗൈഡാക്കല്ലേ. അപ്പോ ഞങ്ങൾ ഈ ബാധത്തൊന്നും അല്ലാഹു തആലക്ക് വേണ്ട. മനുഷ്യ ഒരു സമൂഹ ജീവിയായിട്ട് നോക്കൂ. ഈ ഒരു പ്ലേറ്റ് ഈ ഒരു ഗ്ലാസ് ജ്യൂസ് കൂടെ വന്ന് നിൽക്കണമെങ്കിൽ
ഞങ്ങളെ പിന്നെ കാശിന് മയ്യാവില്ലേ എത്രയോ ആൾ മാറി പ്ലേറ്റ് ഫാക്ടറിയിൽ വർക്കാക്കിടങ്ങ വീണു ഇದ್ರ ಕೊಂಬನ್ എനിക്ക് ಟ್ರಾನ್ಸ್ಫರ್ ಬೇಣು ಅಲ್ಲೇ ಹಂಗನ್ ನೋಡ್ಕೊಂಬತ್ತು ಈ ಲಾರಿ ಆ ಕಡೆ ಆಲ್ ಬೇಣು ಅವರು ಬರೋಂಗ ರಿಗ್ಗಲ್ ವರ್ಕ್ ಹಾಕಿದಾಗ ಬೇಣು ಎಲ್ಲಾರು ಕೂಡಿಂಗ್ ಮಾತ್ರ ಈ ഒരു പ്ലേറ്റ് ചോറ് ഞങ്ങൾ ಬೇಕಾവും മനുഷ്യ സമൂഹ ജീവി ആയിട്ടിക്കട് ഞങ്ങളെ സമുദായത്തിൽ ആരെങ്കിലും തപ്പാക്കിയെങ്കിൽ എല്ലാവരും ಸೇರಿಟ್ಟು ಆದ್ರೆ ಒಡಕಿಡಕ್ಕೆ ഒരു ವಿಷಯ ഞങ്ങൾ ആലോചന ആക്കിയിട്ടില്ലെങ്കിൽ റബ്ബു താല ഞങ്ങളെ ಖಂಡಿತ ಸ್ವೀಕರಿക്കಲೆ ഞാൻ ಜಾಸ್ತಿ ഒന്നും ചൊല്ലില്ല എല്ലാവരും പിന്നെ ശുഭ സന്ദേശം കൊടുത്തുകൊള്ളാറ് അല്ലാഹുവേ ഞങ്ങളെ ഇഫ്താർ മീറ്റ് നീ സ്വീകരിക്കണം പഠിച്ചോനെ കബൂലാക്കണം പഠിച്ചോനെ ഞങ്ങൾക്ക് ഗ്രൗണ്ട് ഇഴിഞ്ഞിട്ട് ഞങ്ങളെ സമുദായത്തെ കഷ്ട മനസ്സിലാക്കിയിട്ട് വർക്ക് ആക്കുക തൗഫീക്ക് ചെയ്യണേ അല്ലാ എല്ലാവർക്കും പരിശുദ്ധ റമദാന്റെ എന്നും ധാരാളം റമദാനിൽ ഞങ്ങൾ അല്ലാഹുവിനെ ജീവിപ്പിക്കണം എന്നിട്ട് ദ്വാർന്നോട്ട് നിപ്പാട്ടിന് അവകാശത്തേക്ക് ವಂದನೆಗಳು ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು ನೂತನ ಅಧ್ಯಕ್ಷರು ನಗರಾಭಿವೃದ್ಧಿ ಯೋಜನಾ ಪ್ರಾಧಿಕಾರ ಸುಳ್ಯ ಇನ್ನೆಲ್ಲ ಟೈಮ್ ಇನ್ನು 10 ನಿಮಿಷ ಉಂಟು. ಅಖಿಲ ಭಾರತ ಬ್ಯಾರಿ ಪರಿಷತ್ ಮರುಹೂಂ ಮೊಹಮ್ಮದ್ ಕುಂಜತ ಬೈಲ್ ಸ್ಮರಣಾರ್ಥ ಈ ಇಫ್ತಾರ್ ಕೂಟ ಇದರ ಅಧ್ಯಕ್ಷತೆ ವಹಿಸಿರ್ತಕ್ಕಂತಹ ಅಖಿಲ ಭಾರತ ಬ್ಯಾರಿ ಪರಿಷತ್ತಿನ ಅಧ್ಯಕ್ಷರಾದ ಖಾಲಿದ್ ಉಜಿರೆಯವರೇ, ವೇದಿಕೆಯಲ್ಲಿ ಉಪಸ್ಥಿತರು ಉಸ್ತಾದರವರೇ, ಎಲ್ಲ ಗಣ್ಯ ಮಹನೀಯರೇ, ಬಹಳ ಒಂದು ಸುಂದರವಾದ ಸಮಾರಂಭ. ಪವಿತ್ರವಾದ ರಂಜಾನ್ ತಿಂಗಳಲ್ಲಿ ಎಲ್ಲರೂ ಸೇರಿ ಇಫ್ತಾರ್ ಕೂಟ ಮಾಡುವುದು ಎಷ್ಟು ಅವಶ್ಯಕತೆಯೋ ಅದಕ್ಕಿಂತಲೂ ಮುಖ್ಯವಾಗಿ ಸಮುದಾಯದ ಸಾಮಾಜಿಕವಾದ ಚಿಂತನೆ, ಸಮುದಾಯದ ಸಾಮಾಜಿಕವಾದಂತಹ ಪರಿವರ್ತನೆಯ ಬಗ್ಗೆ ನಮ್ಮ ಉಸ್ತಾದರವರ ಒಂದು ಪ್ರವಚನ. ಈ ಸಂದರ್ಭದಲ್ಲಿ ದಾನ ಧರ್ಮ ಅತ್ಯಂತ ಪ್ರಮುಖ ಅಂತ ಹೇಳ್ತೇವೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ಇಂತಹ ಪ್ರವಚನಗಳ ಮೂಲಕ ಸಮುದಾಯದಲ್ಲಿ ಸಾಮಾಜಿಕ ಪರಿವರ್ತನೆಯನ್ನು ತರಬೇಕಾದ್ದು ಕೂಡ ಅಷ್ಟೇ ಪ್ರಾಮುಖ್ಯ ಅಂತೇಳಿ ನಾವು ತಿಳ್ಕೊಳ್ಬೇಕಾಗಿದೆ. ಸಮುದಾಯದಲ್ಲಿ ರಾಜಕೀಯವಾದಂತಹ ಜಾಗೃತಿ, ಆರ್ಥಿಕವಾದಂತಹ ಸ್ವಾತಂತ್ರ್ಯ ಎಲ್ಲವನ್ನು ಮೈಗೂಡಿಸಲಿಕ್ಕೆ ಇಂತಹ ಕೂಟಗಳು ಸರ್ವಶಕ್ತನಾದ ಅಲ್ಲಾಹು ಇದನ್ನೆಲ್ಲ ಒಂದು ಸ್ವಾಲಿಹಾಯ ಅಮಲಾಗಿ ಸ್ವೀಕರಿಸುವಂತಾಗಲಿ. ಈ ಒಂದು ಸಂದರ್ಭದಲ್ಲಿ ನನಗೂ ನಿಮ್ಮೊಂದಿಗೆ ಸೇರಲಿಕ್ಕೆ ಅವಕಾಶವನ್ನು ಕೊಟ್ಟಿದ್ದೀರಿ. ಮೊನ್ನೆ ಮಹಿಳಾ ಘಟಕ ಉದ್ಘಾಟನೆ ಸಂದರ್ಭದಲ್ಲಿ UT ಖಾದರ್ ಸಾಹೇಬರು ಅವರ ಜೊತೆ ನಾನು ಕೂಡ ಸಮಾರಂಭಕ್ಕೆ ಬಂದಿದ್ದೆ. ಬಹಳ ಉತ್ತಮವಾದಂತಹ ಸಮಾರಂಭ. ಬಹುಶಃ ಜಿಲ್ಲೆಯಲ್ಲಿಯೇ ಒಂದು ಮಹಿಳಾ ಜಾಗೃತಿಯನ್ನು ಮೂಡಿಸಲಿಕ್ಕೆ ಅಖಿಲ ಭಾರತ ಬ್ಯಾರಿ ಪರಿಷತ್ ಮಾಡಿದಂತಹ ಆ ಒಂದು ಘಟಕ ಬಹುಶಃ ಇವತ್ತು ಅತ್ಯವಶ್ಯಕ ಅಂತೇಳಿ ನಾನು ಈ ಸಂದರ್ಭದಲ್ಲಿ ಹೇಳಲಿಕ್ಕೆ ಇಚ್ಛಿಸ್ತಾ ಇದ್ದೇನೆ. ಅಂತಹ ಒಂದು ಸಮಾರಂಭದಲ್ಲಿ ಭಾಗವಹಿಸಲಿಕ್ಕೆ, ಅದರ ಪುಣ್ಯವನ್ನು ನನಗೂ ಸ್ವಲ್ಪ ಅರಗಿಸಿಕೊಳ್ಳಲಿಕ್ಕೆ, ಪ್ರಾಪ್ತಿಯಾಗಲಿಕ್ಕೆ ನೀವೆಲ್ಲ ನನಗೆ ಅವಕಾಶವನ್ನು ಕಲ್ಪಿಸಿಕೊಟ್ಟಿದ್ದೀರಿ. ನಾನು ಸುಳ್ಯ ಅರ್ಬನ್ ಡೆವಲಪ್ಮೆಂಟ್ ಅಥಾರಿಟಿಯ ಅಧ್ಯಕ್ಷನಾಗಿ ಕೂಡ ಮೊನ್ನೆ ಸೋಮವಾರ ಅಧಿಕಾರವನ್ನು ಸ್ವೀಕಾರ ಮಾಡಿದ್ದೇನೆ. ಸ್ಪೀಕರ್ UT ಖಾದರ್ ಅವರ ಒಂದು ಶಿಫಾರಸಿನೊಂದಿಗೆ ಕರ್ನಾಟಕ ಸರ್ಕಾರದ ಮುಖ್ಯಮಂತ್ರಿಯಾದ ಸಿದ್ದರಾಮಯ್ಯರವರು ಮತ್ತು ಭೈರತಿ ಸುರೇಶ್ ನಗರಾಭಿವೃದ್ಧಿ ಸಚಿವರು ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆಯಲ್ಲಿ ಏಕಮಾತ್ರ ಅಭಿವೃದ್ಧಿ ಪ್ರಾಧಿಕಾರವಾಗಿ ಸುಳ್ಯವನ್ನು ಈ ವರ್ಷ ದಕ್ಷಿಣ ಕನ್ನಡ, ಉಡುಪಿ ಮತ್ತು ಕೊಡಗು ಜಿಲ್ಲೆ ಇದರಲ್ಲಿ ಒಂದೇ ಒಂದು ಯೋಜನಾ ಪ್ರಾಧಿಕಾರವನ್ನು ಸೂಡ, ಇಲ್ಲಿ ಮೂಡ ಅಂತ ಹೇಳ್ತಾರೆ, ಪುತ್ತೂರಲ್ಲಿ ಪೂಡ ಅಂತ ಹೇಳ್ತೇವೆ, ಸುಳ್ಯದಲ್ಲಿ ಸೂಡ ಅಂತ ಹೇಳ್ತೇವೆ, ಸುಳ್ಯ ಅರ್ಬನ್ ಡೆವಲಪ್ಮೆಂಟ್ ಅಥಾರಿಟಿ ನಮಗೆ ಸಾಧ್ಯ ಆಗಿದೆ. ಇದರಿಂದ ನಮ್ಮ ನಾಡಿನ ಅಭಿವೃದ್ಧಿ ಆಗಲಿಕ್ಕೆ ಮತ್ತು ಒಂದು ಸಮಾಜ ಸೇವೆ ಮಾಡುವಂಥ ಅವಕಾಶವನ್ನು ಕಲ್ಪಿಸಿಕೊಟ್ಟಿದ್ದಾರೆ. ಇದಕ್ಕೆಲ್ಲ ಸರ್ವಶಕ್ತನಾದ ಅಲ್ಲಾಹು ಅವರಿಗೆ ತಕ್ಕದಾದ ಪ್ರತಿಫಲವನ್ನು ನೀಡಲಿ ಅಂತೇಳಿ ಪ್ರಾರ್ಥಿಸಿಕೊಂಡು, ನಮ್ಮ ಮಿತ್ರರಾದಂಥ ಒಳ್ಳೆಯ ನಾಯಕತ್ವವನ್ನು ನೀಡತಕ್ಕಂಥ ನಾಸಿರ್ ಲಕ್ಕಿಸ್ಟಾರ್ ಅವರು ನಮ್ಮೊಂದಿಗಿದ್ದಾರೆ. ಬಹುಶಃ ವಕ್ಫ್ ಬೋರ್ಡ್ನಲ್ಲಿ ಒಬ್ಬ ಅಧ್ಯಕ್ಷ ಹೇಗಿರಬೇಕು ಅಂತೇಳಿ ಒಂದು ಮಾದರಿ ಆಗಿ ತೋರಿಸಿದ್ರೆ ಅದು ನಾಸಿರ್ ಲಕ್ಕಿಸ್ಟಾರ್ ಅಂತ ಒಂದು ಮಾತನ್ನು ಈ ಸಂದರ್ಭದಲ್ಲಿ ಹೇಳಿ ನನಗೆ ಅವಕಾಶಕ್ಕಾಗಿ, ಮತ್ತು ಖಾಲಿದ್ ಉಜಿರೆಯವರು ನನ್ನ ಸಂಬಂಧಿಕರು, ಬಹಳ ಒಳ್ಳೆಯ ಸಾಮಾಜಿಕ ಸೇವೆಯೊಂದಿಗೆ UT ಖಾದರ್ ಅವರಿಗೆ ಅವರ ವಿಷಯದಲ್ಲಿ ಯಾವತ್ತೂ ಒಂದು ಒಳ್ಳೆಯ ಒಂದು ಅಭಿಪ್ರಾಯ, ಒಳ್ಳೆಯ ಕೆಲಸವನ್ನು ಮಾಡ್ತಾ ಇದ್ದಾರೆ ಅಂತೇಳಿ. ಇಂತಹ ಕ್ರಿಯಾಶೀಲ ವ್ಯಕ್ತಿಗಳಿಂದ ಇಂತಹ ಸಂಘಟನೆಗಳು ಮತ್ತಷ್ಟು ಪ್ರೇರೇಪಣೆ ಆಗಿದೆ. ನನ್ನ ಜೊತೆ TM ಶಾಹಿದರವರು, ಅವರು ಕೂಡ ಬಹುಶಃ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆ ಮಾತ್ರವಲ್ಲ, ಕೇರಳ ರಾಜ್ಯ, ಕರ್ನಾಟಕ ರಾಜ್ಯದಲ್ಲಿ ಕೂಡ ಒಂದು ರಾಜಕೀಯ ಶಕ್ತಿಯಾಗಿ ಬೆಳೆದು ಬರುವಂತಹ ಒಂದು ಸಂದರ್ಭ ಒದಗಿ ಬರಲಿ ಅಂತ ಪ್ರಾರ್ಥಿಸಿ ನನ್ನ ಮಾತುಗಳನ್ನು ಕೊನೆಗೊಳಿಸ್ತಾ ಇದ್ದೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವ ಆಖಿರು ದಅವಾನಾ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ. ಈಗ
ಪರಿಚಯ. ಸುಳ್ಯ ನಗರ ಪಂಚಾಯತ್ ಸದಸ್ಯರಾಗಿ 5 ಅವಧಿಯ 25 ವರ್ಷಗಳ ಸದಸ್ಯತನ, 1 ಅವಧಿಗೆ ಸ್ಥಾಯಿ ಸಮಿತಿ ಅಧ್ಯಕ್ಷ, ಜಿಲ್ಲಾ ಯೋಜನಾ ಸಮಿತಿಯ ಸದಸ್ಯನಾಗಿ 3 ವರ್ಷ, ಸುಳ್ಯ ತಾಲೂಕು ಅಕ್ರಮ ಸಕ್ರಮ ಸದಸ್ಯನಾಗಿ KMCC ಅಲ್ಪಸಂಖ್ಯಾತ ವಿಭಾಗದ ರಾಜ್ಯ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ, ಸುಳ್ಯ ಬ್ಲಾಕ್ ಕಾಂಗ್ರೆಸ್ ಖಜಾಂಚಿಯಾಗಿ, ಬ್ಲಾಕ್ ಕಾಂಗ್ರೆಸ್ ಉಪಾಧ್ಯಕ್ಷರಾಗಿ ಸೇವೆ. ಸಹಕಾರ ಕ್ಷೇತ್ರದಲ್ಲಿ ಸುಳ್ಯ ತಾಲೂಕು ಅಲ್ಪಸಂಖ್ಯಾತ ಸಹಕಾರ ಸಂಘ ಸ್ಥಾಪಕ ನಿರ್ದೇಶಕರು, ಧಾರ್ಮಿಕ ಕ್ಷೇತ್ರ ಜಿಲ್ಲಾ ವಕಫ್ ಸಮಿತಿ ಸದಸ್ಯರಾಗಿ 30 ವರ್ಷಗಳ ಸೇವೆ. ಸುಳ್ಯ ತಾಲೂಕು ಕೇಂದ್ರ ಜುಮ್ಮಾ ಮಸೀದಿ ಅಧ್ಯಕ್ಷರಾಗಿ ಸೇವೆಗಿದ್ದಾರೆ. ಅವರಿಗೆ ನಮ್ಮ ಅಖಿಲ ಭಾರತ ಬ್ಯಾರಿ ಪರಿಷತ್ ವತಿಯಿಂದ ನಾವೆಲ್ಲರೂ ಸನ್ಮಾನ ಮಾಡ್ತಾ ಇದ್ದೀವಿ. ನಮ್ಮ ಉತ್ಸಾಹದವರಿಗೆ ನಮ್ಮಿಂದ പ്രാധികാരത്തോ അധ്യക്ഷമായിട്ട് ഉണ്ട് ഞങ്ങളുടെ സമുദായത്തിന് വലിയൊരു കൊടുക്കോ പുറത്തായിട്ടിരിക്കണങ്ങനത്തെ ഞങ്ങൾ മുസ്തഫ സുല്യ അതേപോലെ ഈ ഒരു ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಅರೇಂಜ್ ಆಗೋಗಾಯ್ತು ನಂಗೆ ಮಸ್ತ್ ಸಹಕಾರ ತಂದಂಗಂತೂ ഞങ്ങൾ ബഹുമാനപ്പെട്ടു ನಡ್ಬೋದು ಸರ್, ಇಬ್ರಾಹಿಂ ನಡ್ಬೋದು ಸರ್. അതേപോലെ ಈ ഒരു ಕಾರ್ಯಕ್ರಮದ ವ್ಯವಸ್ಥೆಗೆ ಮಸ್ತ್ ಪಣಿ ಹಾಕಿರೋ ഞങ്ങൾ ನಿಸಾರ್ ಬಾಯ್ ಈ ಹಾಲ್ ವ್ಯವಸ್ಥೆ ಇದೆಲ್ಲ ವ್ಯವಸ್ಥೆ ಐಲೇ ಬಂದಿಟ್ಟು ಬಿಡ ಫಲ್ಕ ಬಂದಿಟ್ಟು ವ್ಯವಸ್ಥೆ ಹಾಕಿರಿ. അതേപോലെ ഞങ്ങൾ ಈ ಪರಿಷತ್ಗೆ വലിയൊരു ಶಕ್ತಿ ಚೆಂದಂಗೆ ഞങ്ങൾ ಹಿರಿಯ ಸದಸ್ಯ ಪ್ರಧಾನ ಸಲಹೆಗಾರ ಆಯ್ತಿಕ್ಕಿರಂಗಂತೂ ഞങ്ങൾ ಗೌರವಾಧ್ಯಕ್ಷ ಆಗಿಕ್ಕಂತೂ ಬಹುಮಾನಪಟ್ಟು ഞങ്ങൾ ಯೂಸುಫ್ ಅಖ್ತರ್ ಸರ್ നിങ്ങളെല്ലാവരും സമ്മുഖത്തിൽ ഈ ഒരു ಕಾರ್ಯಕ್ರಮ ಬಾರಿ നല്ല ഇത്. നിങ്ങളെല്ലാവരും കൂടെ ಬಂದಾರು അല്ലാണ്ട് ഞങ്ങൾ ഈ ഒരു ಕಾರ್ಯಕ್ರಮಕ್ಕೆ എപ്പോഴും ಪ್ರತಿ ವರ್ಷ ഞങ്ങൾ വലിയ സഹಕಾರ ತಂಡಗಂತೂ ഞങ്ങൾ ಮರ್ಹೂಮ್ ಮೊಹಮ್ಮದ್ ಕುಂಜಪ್ ಬೈಲ್ ಅಯಲ್ಗೆ ഞങ്ങൾ കഴിഞ്ഞ ഒരു ನುಡಿನಮನ ಕಾರ್ಯಕ್ರಮಕ್ಕಿನ್ನ ಇಂದು ಅಯಲು ಇಲ್ಲೆಂಗು ಅಯಲು പേര് ഞങ്ങൾ ഇന്ത്യയുടെ നോക്കിയിട്ടുള്ള അയൽ ഞങ്ങൾ മസ്ത് സഹಕಾರ ತಂದ್ರಿ. ಅಯಲು ಆಹಾರ പഠിച്ചോണം ಬೆಲ್ಚಾಕಟ್ಟು. അതേപോലെ ಇಂದು ಈ ഒരു ಕಾರ್ಯಕ್ರಮಕ್ಕೆ ನೀವೆಲ್ಲ ಬಂದಿರಾರು. ഞങ്ങൾ ಹುಸೇನ್ ಕಾಟಿಪಲ್ಲ ಸರ್, ಎನ್ನಿ ಮೊಹಮ್ಮದ್, അതേപോലെ ಬಜಾಲ್ ಸರ್, ഞങ്ങൾ ವಿಜಯ್ ಸರ್ ಉಂಡು, അതേപോലെ ವಕೀಲರು ಜೀಶಾನ್ ಅಲಿ, അതേപോലെ ಯೂಸುಫು, ಇಬ್ರಾಹಿಂ ಸರ್, ಇನ್ನು ಸುಮಾರು ಆಲ್ಮಾರು ಕೂಡ ಬಂದಿರಾರು. ഞങ്ങൾ ಅಬುಬಕರ್ ಜಲ್ಲಿ ಬಂದರು, ಬಶೀರ್ ಕಲ್ಕಟ್ಟ ಬಂದರು, ಆರಿಸ್ ಕಲ್ಕಟ್ಟ ಬಂದರು. ಸೊ നിങ്ങളെല്ലാവരും ഒരു സന്ദർഭത്തിൽ പിന്നെ ഞങ്ങൾ വക്കീലരുടെ പെരുവത്ത് തെച്ചുണ്ടു മുഖ്താർ അങ്ങനെಲ್ಲ ഈ സന്ദർഭത്തിൽ ನಾನು ಅಭಿನಂದನೆ ಚೆಂದುಂಟು. ಇಂಗಂತ ಕಾರ್ಯಕ್ರಮ ಇನ್ನೂ നടക്കട്ട്. ಎಲ್ಲ ಈ ವರ್ಷ ಇಡೀ ನಂಗೆ ನೋಕಿಂಟುള്ള ವಸ್ತಾದು ಎಲ್ಲಾ ಪಕ್ಕ ಬ್ಯಾರಿ ಸಮ್ಮೇಳನ ಸಮಾವೇಶ ಇಫ್ತಾರ್ ಇದೆಲ್ಲ ಇಟ್ಟು ಚೆಂದಿಟ್ಟು ಬ್ಯಾರಿ ಚೆಂಡುದು ಬಿಲಿಯರು ಎಂದ್ರು ಅವರು ಪೆರ್ನಾಲ್ പോലെ ആയിട്ടുണ്ട് എല്ലാരായത്തിനും. അത് ഞങ്ങൾ ഭാരി സന്തോഷത്തെ വിഷയ. ഞങ്ങൾ മഹിളാ ഘട്ടಕ್ಕೆ ಓಪನ್ ಹಾಕಿರ. ಅದಕ್ಕೂ നിങ്ങൾ ഉമ്മ പെങ്ങന്മാർ ಸೇರಟ್ಟುಂಟು. ನಾನು നിങ്ങൾ ಟಿಕೆಟ್ ಉಂಟುಲ್ಲ ഇപ്പോൾ 100 ಮೆಂಬರ್ಸ್ ആയിട്ടാറ്. ಭಾರಿ നല്ല പഠിപ്പിക്കുന്ന ആൾമാരത് ഉള്ളാറ്, ಲಾಯರ್ಸ್ ഉള്ളാറ്, ಡಾಕ್ಟರ್ಸ್ ഉള്ളാറ്, ಇಂಜಿನಿಯರ್ಸ್ ಉಳ್ಳಾರು. ಅದಕ್ಕೆಲ್ಲ നിങ്ങൾ ಸಹಕಾರ ತರನು ಚೆಂದಿಟ್ಟು ಈ ഒരു ಕಾರ್ಯಕ್ರಮದ ಇತರ ಸಹಕಾರ ತನ್ನേക്കായിട്ട് ನಾನು നിങ്ങൾ ಎಲ್ಲರಿಗೂ നന്ദി ചൊല്ലിട്ട് വിശേഷമായിട്ട് ഞങ്ങൾ ഉസ്താദ് ഉണ്ട് ഞങ്ങൾ സത്കർമ്മ ಎಂದ್ರು അതേപോലെ ಡ್ರಗ್ಸ್ ವಿಷಯಕ್ಕೆ ഞങ്ങൾ ಎಂದ್ರು ಅವೇರ್ನೆಸ್ ಹಾಕೊಂಡು ಚೆಲ್ಲೋದು ಭಾರಿ നല്ല ವಿಷಯത്തിൽ അയച്ചെന്നിട്ട് ഉസ്താദ് നിങ്ങൾ ಇನ್ನೊರ್ಕ ഞങ്ങൾ ഈ ഒരു ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬರ್ನು നിങ്ങൾ ഒരു പ്രത്യേകമായിട്ട് ഞങ്ങൾ ഒരു ಸಂವಾದ ಕಾರ್ಯಕ್ರಮ കൂടെ ಬೇಕುಂಟುള്ള. അല്ലാണ്ട് നിങ്ങൾ ചെന്നാറ് ಡಿ ಅಡಿಕ್ಷನ್ ಸೆಂಟರ್ ಹಾಕೊಂಡು ಚೆന്നിಟ್ಟು ನಾನು ಇಂದು കൂടെ ചെന്നിട്ടുള്ള ഞങ്ങൾ ಬ್ಯಾರಿ ಪರಿಷತ್ ಕಣಕಲ್ಲಿ ഞങ്ങൾ ഒരു ಡಿ ಅಡಿಕ್ಷನ್ ಸೆಂಟರ್ ಖಂಡಿತമായിട്ടും ಆಕಡ ಚೆಲ್ಲೋರು ಭರವಸೆ ഞങ്ങൾ ಇಂದು കൂടെ തന്നിട്ടുള്ള. ಅದಕ್ಕೆ നിങ്ങൾ ಎಲ್ಲರೂ ഞങ്ങൾ ಸಹಕಾರ ತರನು. ഞങ്ങൾ ಲಕ್ಕಿ ಸ್ಟಾರ್ ಉಂಟು, അതേപോലെ മുസ്തഫ സുല്യ ಉಂಟು, TM ഷഹീദ് ಉಂಟು. ಈಗ 3-4 ಬಾರಿ വലിയൊരു നായകന്മാർ ഞങ്ങൾ സമുദായത്തെ കൺമണിಗ അങ്ങനെ ഞങ്ങൾ സഹಕಾರ ತರನು. അതേപോലെ MH ಹಾಜಾರು ഞങ്ങൾ ಇದಕ್ಕೆ ಪ್ರೋತ್ಸಾಹ ತರನು ಚೆಂದುಂಟು. നിങ്ങളെല്ലാവരും ഒരു സമ്മുഖത്തിൽ ഈ ഒരു ಕಾರ್ಯಕ್ರಮ ಚಂದത്തിൽ നടക്കട്ട്. നിങ്ങൾ ഇന്ന് ಬಂದರ നിങ്ങളെല്ലാവർക്കും ನಾನು നന്ദി ಚೆಂದಿಟ್ಟು ನನ್ನ ಜಂಡ ಪಲ್ಕರ್ತೆ ನಿಪಾಟ್ರೆ ವಾಹಿದವಾನ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು. ಅಖಿಲ ಭಾರತ ಬ್ಯಾರಿ ಪರಿಷತ್ರು ಈ ಇಫ್ತಾರ್ ಕೂಟತ್ತು ಈ ಕಾರ್ಯಕ್ರಮತ್ತು ಮೇಲ್ತೆನಲ್ಲಂತೂ ನಾವೆಲ್ಲರಿಗೂ ಇಪ್ಪ ನಸೀಹತ್ ಚೆಂದ ಅಂತೂ ಲಿಮ್ರಾ ಎಜುಕೇಷನ್ ಗ್ರೂಪ್ ಅಧ್ಯಕ್ಷರಾಯ ಮೊಹಮ್ಮದ್ ಇರ್ಫಾನ್ ಉಸ್ತಾದ್ರೆ. അതേപോലെ ಇಂದು ಈ ಕಾರ್ಯಕ್ರಮದ ಉದ್ಘಾಟನೆ ಆಯ್ಕೆ ಅಂತೂ ನನ್ನ ಆತ್ಮೀಯರು ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲಾ ಮದ್ರಸಾ ಮ್ಯಾನೇಜ್ಮೆಂಟ್ ಅಧ್ಯಕ್ಷರಾಯಂತೂ MH ಮೊಹಮ್ಮದ್ ಅಡ್ಡೂರು.
ಮೊಯ್ದೀನ್ ಅಡ್ಡೂರ್ അതേപോലെ ಅಖಿಲ ಬ್ಯಾರಿ ಭಾರತ ಬ್ಯಾರಿ ಪರಿಷತ್ತರ ಅಧ್ಯಕ್ಷ ನನ್ನ ಆತ್ಮೀಯರಾಯಂತು ಖಾಲಿದ್ ಉಜಿರೆ ನೂತನമായിട്ട് ಅಧಿಕಾರ ವಹಿಸಿ ಅಂತೂ ನನ್ನ ಆತ್ಮೀಯರು ನಗರಾಭಿವೃದ್ಧಿ ಯೋಜನೆ ಪ್ರಾಧಿಕಾರಿ ಸುಳ್ಯತ್ತು ಅಧ್ಯಕ್ಷ ಆಯ್ತು ಮುಸ್ತಫಾ ಸುಳ್ಯ ವೇದಿಕೆಯಲ್ಲಿ ಉಳ್ಳಂತೂ ಇದ್ರ ಈ ಬ್ಯಾರಿ ಅಖಿಲ ಭಾರತ ಬ್ಯಾರಿ ಪರಿಷತ್ರು ಕಾರ್ಯದರ್ಶಿ ನನ್ನ ಆತ್ಮೀಯರಾಯಂತು ಇಬ್ರಾಹಿಂ ನಡುಪದವು അതേപോലെ ഞങ്ങളോ ಕಾಂಗ್ರೆಸ್ KPCCರೋ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ ಆಯ್ತು TM ഷഹീദ് സുല്യ അതേപോലെ നിസാർ കോസ്റ്റൽ പിന്നെ ವೇದಿಕೆಯ ಮುಂಭಾಗುಳ್ಳಂಥ ಎಲ್ಲ ನನ್ನ ಆತ್ಮೀಯ ಚಂಗಾಯಿಮಾರೆ ಯೂಸುಫ್ ಅಖ್ತಾರ್ರೆ ಇಂಡಿ ಉಸ್ತಾದ್ ನಂಗೆ நல்ல ವಿಷಯ ಈ ನೋಂಬುಡ ವಿಷಯത്തിൽ ಚೆಮ್ಮ ವಿಷಯത്തിൽ ನಂಗೆ ನಸೀಹತ್ ಚೆಂದು ಇದು ನೋಂಬು ಚೆಂದೆಗೆ ಕೊರಿಯಾಲೆ ಮೆಲಿಯಗೊಂಡು ವಿಚಾರಿಸಿದ್ದಾರೆ ಆ್ಯಕ್ಚುಲಿ ಅದು ಮೆಲಿಯೋಗಲ್ಲ ഞങ്ങളെ തടിക്ക് ಬೇನ್ಮಾയത് ആയിട്ടിക്കറ് ഞങ്ങൾക്ക് പഠിച്ചോ ഞങ്ങൾക്ക് അത് ഒരുത്തിങ് ಅಂತ ನೋವು ತಂದ ಕೊರೆ ಮೆಲ್ಲೆ ಅರಿಚಂದಿಟ್ಟು ಅದರ ಮೆಲ್ಲೆ ಮಾತ್ರ ಅಲ್ಲ ಚೆಮ್ಮೆ ತಡಿക്ക് ഞങ്ങൾക്ക് ഉപയോഗമുള്ളത് ബസ് ഉണ്ട് അതിൽ ഈ 3-4 ಗಂಟೆ ഞങ്ങൾ ഈ നോമ്പ് പിടിച്ചെങ്കിൽ ഫുഡ് തിന്നാണ്ട് ഞങ്ങൾ തിരിച്ചെങ്കിൽ ചെന്നിട്ട് ചെമ്മലാക്കിയിട്ടുള്ളാർ ഇപ്പം അത് നത്തിങ് ബട്ട് നോമ്പായിട്ടിരിക്കുന്നത് നോമ്പിൽ അതേ ബರ್ತದೆ നമുക്ക് ಎಲ್ಲ ನಮ್ಮದು ಗುಣ ನಮಗೆ ನೋಂಬಲ್ കിട്ടും അപ്പം ഞങ്ങൾ ഇതിൻ്റെ അതേ വിഷയത്തിൽ ചെമ്മ ಬಲ್ಕೋರೆ പോകണില്ല ചെമ്മ ಟೈಮ್ ಇಲ್ಲ ಇದು ನಾನು ಫಸ್ಟಿಗೆ ഞങ്ങളെ മുസ്തഫ സുല്ലിയുടെ അഭിനന്ദനം ആക്കുമെന്നാണ് ബയസത് ബിക്കോസ് എന്ത് ചെയ്യുന്നത് ഞങ്ങളുടെ സമുദായത്തിലായിട്ട് ചെമ്മ പണിയെടുക്കുന്ന ആളായിട്ടിരിക്കുന്നത് മുസ്തഫ സുല്ലിയ ഞങ്ങൾ ഏത് ಕಾರ್ಯಕ್ರಮമായിട്ടിരിക്കും ഞങ്ങളുടെ ദീനി ಕಾರ್ಯಕ್ರಮത്തിൽ മുൻഷങ്ങളിൽ നിന്നിട്ട് അതെല്ലാത്തിനും ನಾನುಲ್ಲ ಚೆಲ್ಲವರು ಭರವಸೆ ತಂದಿട്ടുണ്ട് ಸರ್ವಾಕ್ರಂತ ಆಲ್ಗೆ ಇಂಡಿ ಇದರ ಪ್ರಾಧಿಕಾರ ಆವಣೆಗೆ ಐದು ಖುದ್ದಾയിട്ടിരിക്കുന്ന ಕಾರಣ ಇದರ ಪ್ರಾಧಿಕಾರ ആവും ഇത് സ്വന്തം പോയിട്ട് 6 തിങ്കളുണ്ട് ಇದರ പണി എടുത്തിട്ട് ಇದರ ಪ್ರಾಧಿಕಾರ ആക്കിയിട്ട് അവിടെ ഏലേ നിയമേ ആവണം ಇದರ ಸ್ವರ ನಿಗ എടുത്തിರೋ ನಿಗ ಆವಣ ಉದ್ದೇಶത്തിലുണ്ട് അതിൽ ഫസ്റ്റ് നൂതനമായിട്ട് ಎಲ್ಲರೂ ಅಧ್ಯಕ್ಷ ಆಗಿದ್ದಾರೆ ನೀವೆಲ್ಲರ ಪರವಾಗಿ ನಾನು ಅಲ್ಲಿಗೆ ಅಭಿನಂದನೆ ಆಗಿದ್ದೀನಿ ಇದು നമുക്കൊരു ಹೆಮ್ಮೆ ಇಟ್ಟಿದ್ದಾರೆ ഞങ്ങളുടെ സമുദായത്തിൽ ഞങ്ങളൊരു ലീഡർമാർ അവിടെ ഞങ്ങൾ ಹೆಮ್ಮೆ ಅದ್ರ ಚೆಂದಿಟ್ಟು ನಂಗೆ ಚೆಮ್ಮೆ ഞങ്ങളെ ಕೌಮಕ್ಕೆ ನಂಗೆ ಇಂಪಾರ್ಟೆನ್ಸ್ കിട്ടുന്നത് ನಾನು ಪಣಿ ಹಾಕೋಕೆ ഒരു ಚಾನ್ಸ್ കിട്ടുന്നത് ಆ ಚಾನ್ಸ್ കൊണ്ട് ഇന്ന് ഞങ്ങളെ സമുദായത്തിಗೂ ഞങ്ങളെ ഈ കൗമുക്ക് നല്ല നല്ല പണി ಹಾಕೋಕೆ ಪಾವತಂಕಾಯಿಟ್ಟಿಕ್ಕೂ ಅಲ್ಲ ಯಾರಿಗೂ ഒരു നല്ല പണി ಹಾಕೋಕೆ ഒരു ಲೀಡರ್ಶಿಪ್ കിട്ടുವ ಚೆಂದಿಗೆ ಅದು ನಂಗೆ ಅಂಕ ಸಹಕಾರ ಹಾಕೊಂಡು ಪಿನ್ನ ಪ್ಲಸ್ ಅಂಗಲ ಮುದು ತಟ್ಟಿಟ್ಟು ನಂಗೆ ಅಂಗಲ ಪೆರ ಉಲ್ಲ ಚೆಲ್ಲದು ನಂಗೆ ಅಂಕ ಚೆಲ್ಲು ಇಂಡಿಗಂತ ಚೆಮ್ಮೆ ഞങ്ങളെ ಲೀಡರ್മാർ ഉണ്ട് ഞങ്ങളെ ഈ ഉള്ള ഉണ്ട് ഞങ്ങളെ ಮೊಹಮ್ಮದ್ കുഞ്ഞത്ത് പേര് ഇത് ഞങ്ങളൊട്ടും ഇല്ലേ അതിലെ വിഷയത്തിൽ എൻ്റെ പലപ്പോഴും ഭാര്യ അകത്തേട്ടി പിന്നെ അതിലൊരു നല്ലൊരു നേരം നുടിയൊരു ആളായിട്ടിരുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു പ്രോത്സാഹം തന്നുള്ള ആളായിട്ടിരുന്നത് കോർപ്പറേഷനിലെ ഉപമേയർ ആയിട്ട് ഇന്നപ്പ ₹1 ഒരു ആശ ಬೇಕಾದ ഒരു ಭ್ರಷ್ಟಾಚಾರ ഒരു ലീഡർ ആയിട്ട് ഇന്ന് ചെന്നെങ്കിൽ തപ്പാവര ചെന്ന അതിലൊരു ഞായറാഴ്ച അതിൽ ഉപമേയറായിട്ട് ഇന്നപ്പ അതിലേക്ക് കാർ ഇருந்து ഡ്രൈവർ ഇருந்து ಎಲ್ಲ ಇತ್ತು ಹಾಗೆ ഞായറാഴ്ച ಸಲ ಅಲ್ಲಿ ನನ್ನ ಡ್ರೈವರ್ ನಾನು ಬಿಳಿಕೋತೀರಾ ನಾನು ಮಿಸ್ಯೂಸ್ ಹಾಕೋತೀರಾ ಚೆಂದಿಟ್ಟು ಸ್ವಂತ ಅಲ್ಲಿ ಬಸ್ಸಿൽ പോയിട്ട് ഒരു ആളായിട്ടിരുന്നത് ചെമ്മയാലുക അതിൽ നല്ല നല്ല നസീഹത്ത് തന്നിട്ടുണ്ട് ആളായിട്ടിരുന്നത് അതിൽ അകം നോക്കി നിൽക്ക് പിടിയാവും ഇന്ത്യത്തിൽ ₹1 ആക്കാത്തവർ രാജಕೀಯത്തിൽ ₹1 ആക്കാത്തവർ ആളായിട്ടിരുന്നത് ಇಂದು ಅಯಲ ಬಗ್ಗೆ ಚೆಮ್ಮೆ ಪ್ರೋಗ್ರಾಮ್ ನಾನು ಇಂದು 3ാമത്തെ ಪ್ರೋಗ್ರಾಮ್ ആയിട്ടിരിക്കുന്ന ಅಯಲ ಬಗ್ಗೆ ನಾನು ಬಂದದ್ದು ಇಂದು ಪಕ್ಷಾತೀತമായിട്ട് ഒരു ഏതെങ്കിലും ഒരു എന്തൊരു ആൾമാർ ഒരു ഭിന്നാഭിപ്രായം ഇല്ലാണ്ട് അതിലൊരു ಕಾರ್ಯಕ್ರಮമായിട്ട് ചെമ്മ ಮೊದಲಾയിട്ടുണ്ട് ನಾನು ಸುಮಾರು ಮೊದಲ ವಿಷಯത്തിൽ ನಾನು ಪಲ್ಕವರಿದ್ರೆ 3ാമത്തെ ಮೊದಲಾയിട്ടിരിക്കുന്ന ನಾನು അതിലെ ವಿಷಯ ಪಲ್ಕವರಿ ಅದೆಲ್ಲ ಎಂದಿಗಾയിട്ടിരിക്കുന്ന അതിലൊരു പിർസെന്റ് ആൾമാരിട്ട് ഒരു നല്ലൊരു ಒಡನಾಟಿಂದ ಸೋಬಲಾಯಿಟ್ಟಿಕ್ರಿ ಆಲ್ಮಾರ್ ಇತರ നല്ല ನಮ್ತೂರು ಅಯಲಮುಟ್ಟ ಬಂದಿದ್ದು ಸೇರಿಸಿ അതിലൊരു ಕಾರ್ಯಕ್ರಮമായിട്ട് അതിൽ മറവുമായെങ്കിൽ അതിലൊരു ನೆನಪಾക്കിട്ടുള്ളത് ഇന്ന് അത് ഞങ്ങൾ എല്ലാവരും ഞങ്ങളെ കർത്തവ്യമായിട്ടിരിക്കുന്നത് അതിൽ ನೆನಪಾക്കുന്നത് അതിൽ നക്കും ചെമ്മ നസീഹത്ത് ನಾನು ಒಬ್ಬರ ಚೇರ್ಮನ್ ಆയിട്ടിരിക്കുമ്പോൾ నాకు നല്ല ನಸೀಹತ್ ನಕ್ಕ ತಂದಿಟ್ಟಿರ್ತು ನೀನು ಆಲ್ಮಾರ ಬಂದಪ್ಪ അങ്ങനെ എല്ലാ ವಿಷಯത്തെ ನೀನು ಆಲಿಸಿಟ್ಟು ಅದ್ರ ಪಿನ್ನೆ ಆയിട്ടിരിക്കുന്നത് ನೀವು എന്തെങ്കിലും നിങ്ങളെ തീരുമാനം കൊടുക്കുന്നു നടുവിൽ അതിൽ കട്ടാക്കിയിട്ട് നിങ്ങൾ തീരുമാനമാ അല്ലെങ്കിൽ വേറെ ചെന്ന് കട്ടണ്ട ചെമ്മ ദൂരത്തിൽ പണ്ട് ആൽമാരായിട്ടിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ നല്ല നസീഹത്ത് ചൊല്ലണം ചെന്നിട്ട് അത് ആയിട്ടിരിക്കുന്നത് ഞങ്ങൾ ഇന്നത്തെ ഒരു ಯಶಸ್ವಿಯಾയിട്ട് ಬಂದದ್ದು എൻ്റെ മുന്നേട്ട് ഞങ്ങൾ എൻ്റെ ചെമ്മൽ ചെന്നാൽ ഞങ്ങളെ സുന്നി വിഭാഗത്തിൽ